ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. തുലാഭാരം പാർട്ട് 3. തുളസിയുടെ കണ്ണുകൾ വിടർന്നു. ശ്രീകുമാരി അമ്മയുടെ മകനെക്കുറിച്ച് അവൾ മറന്നേ പോയിരുന്നു. മാത്രമല്ല, തുളസിയുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത് ഇത്ര സുന്ദരനും പട്ടണ പരിഷ്കാരിയുമായ ഒരാളായിരുന്നില്ല. നാട്ടുപുറത്തെ സ്നേഹനിധിയായ അമ്മയുടെ അനുസരണാശീലനായ മകൻ. മോൾക്ക് മനസ്സിലായില്ലേ ഇതാരാണെന്ന്? ശ്രീകുമാരി അമ്മ തിരിഞ്ഞു തുളസിയോട് ചോദിച്ചു. എൻ്റെ മോനാ കൃഷ്ണൻ, കൃഷ്ണചന്ദ്രൻ. പിന്നെ കൃഷ്ണചന്ദ്രനോട് ആരാഞ്ഞു. കൃഷ്ണന് മനസ്സിലായോ ഈ കുട്ടി ഏതാണെന്ന്? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഒരു ടീച്ചർ താമസിക്കാൻ വരണുണ്ടെന്ന്. അതാ പേര് തുളസി. ഹായ്. കൃഷ്ണചന്ദ്രൻ തുളസിയെ നോക്കി പുഞ്ചിരിച്ചു. തുളസി കൈകൾ കൂപ്പി. നല്ല പാവം കുട്ടിയാ. ശ്രീകുമാരി അമ്മ തുളസിയെ ശ്ലാഘിച്ചു. എനിക്ക് രാമായണം വായിച്ചു തരും, എൻ്റെ കാലിൽ കുഴമ്പ് പുരട്ടിത്തരും, അമ്പലത്തിൽ തുണ വരും, അടുക്കളയിൽ എന്നെ കയറ്റിയേ. ഇതുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ പരമസുഖമാണ്. തുളസിയിലായിരുന്നു കൃഷ്ണചന്ദ്രൻ്റെ കണ്ണുകൾ. അത് മനസ്സിലായതും അവൾ തിരിഞ്ഞകത്തേക്ക് നടന്നു. എന്തേ നീ ഇന്ന്? ശ്രീകുമാരി അമ്മ മകനോട് ചോദിച്ചു. ശനിയാഴ്ച വൈകിട്ടല്ലേ വരാറുള്ളത്? ഇന്നലെ രാത്രി ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു, അതുകൊണ്ട് ഇന്നിങ്ങ് പോരാന്ന് വെച്ചു. സ്വന്തം മുറിയുടെ വാതിക്കലെത്തിയ തുളസി അത് കേട്ടു. അയാൾ പറഞ്ഞത് കളവാണെന്ന് അവൾക്ക് തോന്നി. തന്നെ കാണാനാണ് ഇയാൾ വന്നിരിക്കണത്. ആ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാം. മുറിയിൽ കടന്ന് തുളസി വാതിലടച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അതും പോരെന്ന് തോന്നി അവൾ സാക്ഷ വലിച്ചിട്ടു. അമ്മയുടെയും മകൻ്റെയും സ്വകാര്യ ലോകമായിരിക്കും അവിടെ. അമ്മ മകനെ ഊട്ടും ഉറക്കും, അതൊക്കെ മുറ പോലെ നടക്കട്ടെ. തുളസി മനഃപൂർവ്വം നകുലിനെ കുറിച്ച് ഓർത്തു. എന്നാണ് തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവുക? നാട്ടിലെ സ്കൂളിലേക്ക് മാറ്റം കിട്ടിയാലേ നകുലേട്ടന് മുന്തിച്ച് സമാധാനമായൊരു ജീവിതം നയിക്കാനാവും. അതിന് 3 വർഷമെങ്കിലും എടുക്കും. വാതിൽ മൃദുവായി തട്ടുന്ന ശബ്ദം കേട്ടാണ് തുളസി ആലോചനയിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. നേരിയ ഭീതിയോടെയാണ് അവൾ ചെന്ന് വാതിൽ തുറന്നത്. ശ്രീകുമാരി അമ്മയായിരുന്നു. മോൾക്ക് ഊണൊന്നും വേണ്ടേ? ഞാൻ വിചാരിച്ചു കിടന്ന് ഉറക്കം പിടിച്ചിരിക്കുമെന്ന്. അമ്മയും അമ്മയുടെ മകനും ഊണ് കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ. തുളസി പറഞ്ഞു. അവൻ കുളിച്ചു, ഊണ് കഴിച്ചു. ഞാൻ കഴിച്ചില്ല. മോളെ തനിച്ചാക്കിക്കണ്ടാന്ന് വെച്ചു. ശ്രീകുമാരി അമ്മ പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് കഴിച്ചോളായിരുന്നില്ലേ? വല്ലപ്പോഴും അല്ലേ ഒന്നിച്ച് കഴിക്കാൻ അവസരം കിട്ടൂ. നാളെ അവൻ വരുമല്ലോ, അപ്പോൾ ആകാലോ. ഇപ്പം നമുക്കൊന്നിച്ചിരിക്കാം. ആ അമ്മയുടെ പിന്നാലെ ഇടനാടിയിലൂടെ നടക്കുമ്പോൾ തുളസിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. എവിടെങ്കിലും നിന്ന് അയാൾ തന്നെ രഹസ്യമായി വീക്ഷിക്കുന്നുണ്ടോ? മോളെന്താ വല്ലാതെ? ഊണ് കഴിക്കുമ്പോൾ ശ്രീകുമാരി അമ്മ തുളസിയോട് ചോദിച്ചു. കൃഷ്ണൻ വന്നതുകൊണ്ടാണോ? അവനൊരു പാവമാണ് കേട്ടോ. എന്നെ സ്വപ്നം കണ്ടതുകൊണ്ടാ ഇന്ന് വന്നത്. എല്ലേച്ചാ തുളസി വീട്ടിലേക്ക് പോയ ശേഷമേ വരുമായിരുന്നുള്ളൂ. എന്നാലും തുളസിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ അടുത്തേ വർത്തമാനം പറയൂ. ചെറിയ പെൺകുട്ടികളോട് പോലും മിണ്ടാൻ നാണമാ. അതല്ലേ കല്യാണം കഴിക്കാൻ മടി. ഞാൻ പറഞ്ഞു തോറ്റു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ ആൺകുട്ടികൾ? മകനെക്കുറിച്ച് പറയുമ്പോൾ ശ്രീകുമാരി അമ്മയുടെ ചുണ്ടിൽ നിന്ന് തേൻ ഒഴുകുന്നുണ്ടോ എന്ന് സംശയം തോന്നും. അമ്മ ആലോചിച്ച് ഒരെണ്ണം അങ്ങ് നടത്തണം, തുളസി പറഞ്ഞു. അതിന് പെണ്ണ് കാണാനെങ്കിലും അവൻ വരണ്ടേ? നിന്റെ നിർബന്ധം കാരണം 1-2 പോയി. പെണ്ണിനെ അവന് ഇഷ്ടമായില്ല. നല്ല സൗന്ദര്യം വേണമെന്നാ അവന്. സ്വത്തൊന്നും വേണ്ട, എനിക്കൊന്നും വേണമെന്നില്ല. എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതി. തുളസി ഒന്ന് കണ്ണെറിഞ്ഞിട്ട് ഒരനുബന്ധം കൂടി ചേർത്തു ശ്രീകുമാരി അമ്മ. തുളസിയെ പോലൊരു കുട്ടിയെ കിട്ടിയാൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. എന്നേക്കാൾ നല്ല കുട്ടിയെ കിട്ടും അമ്മേ. അമ്മയുടെ നല്ല മനസ്സിന് നല്ല കുട്ടികളെ ഈ വീട്ടിലേക്ക് വരൂ. തുളസിക്കുടനെ കല്യാണം വേണ്ടെന്നാവും. അതെ. തുളസി തലകുലുക്കി. കുറേ കടമകളുണ്ട് എനിക്ക്. വീട്ടിൽ ആകെ ഒരു നല്ല ജോലി എനിക്ക് മാത്രമേ ഉള്ളൂ. സ്കൂളിൽ പഠിക്കണ ചെറിയൊരു കുട്ടി വരെ ഉണ്ട് എൻ്റെ താഴെ. ശ്രീകുമാരി അമ്മയുടെ മുഖം മങ്ങി. ഊണ് കഴിച്ച് അടുക്കള അടച്ച് തുളസി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ ഇടനാഴിയുടെ അഴികൾക്കപ്പുറം കൃഷ്ണചന്ദ്രന്റെ മുഖം. എന്താ ടീച്ചറുടെ പേര്? വെറുതെ പരിചയപ്പെടാനുള്ള പുറപ്പാടാണെന്ന് തുളസിക്ക് മനസ്സിലായി. അയാൾ ഏത് തരമാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ മകനെ പാവം അമ്മയ്ക്ക് അറിയില്ല. എൻ്റെ പേര് അമ്മ പറഞ്ഞു തന്നതാണല്ലോ, ഞാനത് മറന്നു. മാത്രമല്ല, നേരിട്ട് ആ നാവിൽ നിന്ന് കേൾക്കാനൊരു സുഖം. തുളസിയുടെ ഉള്ളു ചിരിച്ചു. ഒരക്ഷരവും മറുപടി പറയാതെ അവൾ നേരെ സ്വന്തം മുറിയിലേക്ക് നടന്നു. എന്തേ, മറുപടിയില്ലേ? 2 അടി കൂടി കൃഷ്ണചന്ദ്രൻ പുറകെ നടന്നു. അപ്പോഴേക്കും തുളസി മുറിയിൽ കയറി വാതിൽ അല്പം ഉച്ചത്തിലടച്ചു. പഴയപടി സാക്ഷിയിട്ടു. വൈകിയാണ് അവൾ ഉറക്കം എഴുന്നേറ്റത്.
അയാൾ പോയിരിക്കുമെന്ന് സമാധാനിച്ചു. പക്ഷേ തുളസി പുറത്തു വന്നപ്പോൾ അതാ കൃഷ്ണചന്ദ്രൻ വടക്കിനി ഇറയത്ത്. ടീച്ചർ എന്തേ ഉറങ്ങിപ്പോയോ? ആ ലോഹ്യം തുളസിക്ക് ഒട്ടും ഇഷ്ടമായില്ല. തിടുക്കത്തിൽ കുളിച്ച് തയ്യാറായി അവൾ പുറത്തിറങ്ങിയപ്പോൾ കൃഷ്ണചന്ദ്രൻ യാത്രാവേശത്തിൽ മുന്നി. ടീച്ചറെ, ഞാൻ ടൗണിലെത്തിക്കാം. ഞാനും ഇറങ്ങുകയാണ്. ബൈക്കിന് മുന്നിലിരിക്കാൻ പേടിയില്ലല്ലോ. തുളസി ചുറ്റും കണ്ണോടിച്ചു. ഭാഗ്യത്തിന് ശ്രീകുമാരി അമ്മ അകത്താണ്. അമ്മയുടെ മുന്നിൽ വെച്ച് ഈ മകൻ സ്ത്രീകളോട് സംസാരിക്കില്ലല്ലോ. വേണ്ട, തറപ്പിച്ചാണ് തുളസി മറുപടി നൽകിയത്. പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ ഇറങ്ങുവാ. ശ്രീകുമാരി അമ്മ ഓടിയെത്തി. ചോറ് വാർക്കുമായിരുന്നേ ഞാൻ. നേരിയതിൻ്റെ തലപ്പ് കൊണ്ട് കൈത്തണ്ടകളും കഴുത്തും തുടച്ചു അവർ. പിന്നെ കൃഷ്ണചന്ദ്രനോട് പറഞ്ഞു, കൃഷ്ണ, തുളസി ഒന്ന് ബസ് കയറ്റി വിട്ടിട്ട് പോയിക്കൂടെ നിനക്ക്? വേണ്ടമ്മേ, തിടുക്കത്തിലാണ് തുളസി പറഞ്ഞത്. ഇപ്പോൾ ഒരു ബസ്സുണ്ട്, ഞാനതിന് പൊയ്ക്കോളാം. പറഞ്ഞിട്ട് ഓടിയും നടന്നുമായി അവൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. തുളസി സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് വന്നിട്ടില്ല. ആ ബസ് പ്രതീക്ഷിച്ച് കുറേ ആളുകൾ സ്റ്റോപ്പിലുണ്ട്. ഇന്നിനി അതില്ല ആവോ എന്ന ഒരു നാടൻ മധ്യവയസ്കയുടെ ആത്മകഥം കേട്ട് തുളസിയുടെ നെഞ്ചിൽ തീയാളി. അപ്പോഴാണ് ഒരു ബൈക്കിന്റെ ശബ്ദം അടുത്ത് വന്നു നിന്നത്. തുളസി തിരിഞ്ഞു നോക്കി. കൃഷ്ണചന്ദ്രൻ. ബസ് വന്നില്ലേ? മറ്റുള്ളവരുടെ മധ്യയായതുകൊണ്ട് തുളസി അതിന് മറുപടി പറഞ്ഞു, ഇല്ല. അപ്പോഴേക്കും ബസ്സിനെ കുറിച്ച് വേവലാതിപ്പെട്ട മധ്യവയസ്ക കൃഷ്ണചന്ദ്രനോട് തിരക്കി, കുട്ടി ഇപ്പൊ എവിടാ? ടൗണില്. ഈ കുട്ടിയോ? മധ്യവയസ്ക തുളസിയെ ചൂണ്ടി. ശ്രീകുമാരി അമ്മയുടെ അയൽക്കാരിയാവാം ആ മധ്യവയസ്കയെന്ന് തുളസി ഊഹിച്ചു. അമ്മയോടൊപ്പം വീട്ടിൽ താമസിക്കണ ടീച്ചറാ. ഒരു കുസൃതി ചിരിയോടെയാണ് കൃഷ്ണചന്ദ്രൻ പറഞ്ഞത്. അപ്പോഴും അയാളുടെ കണ്ണുകൾ തുളസിയിലായിരുന്നു. യാത്ര അയക്കാൻ വന്നതാ ഞാൻ. അത് ശരി. പിടി കിട്ടിയതുപോലെ മധ്യവയസ്ക തല കുലുക്കി. കുറേ നേരമായി ഞാൻ ആലോചിക്കണു, ഇതേതായി കുട്ടിയെന്ന്. മുമ്പ് കണ്ടിട്ടുമില്ല. പുതുതായി വന്നതാവും ഇല്ലേ? അവസാന വാചകം തുളസിയെ നോക്കിയാണ് ചോദിച്ചത്. അതെ, അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് തന്ത്രപൂർവ്വം കൃഷ്ണചന്ദ്രനോട് പറഞ്ഞു, പൊയ്ക്കോളൂ, ഞാൻ ബസ്സിൽ കയറി പൊയ്ക്കോളാം. ഉടൻ മധ്യവയസ്കയും അതിനെ ശരിവെച്ചു. കുട്ടം പൊയ്ക്കോളൂന്നേ, ഞാനും അതേ ബസ്സിന് തന്നെയല്ലേ. എത്ര തിരക്കുണ്ടായാലും കൗസല്യ സീറ്റ് പിടിച്ചു കൊടുത്തോളാം. പിന്നെ ബസ് വരേണ്ട ദിക്കിലേക്ക് കണ്ണുകൾ എത്തിച്ചു. തുടർന്ന് അവിടെ നിൽക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് കൃഷ്ണചന്ദ്രൻ ബൈക്ക് സ്റ്റാർട്ടാക്കി. തുളസിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ മനഃപൂർവ്വം അത് അവഗണിച്ചു. ഈ യാത്രയയപ്പ് രംഗം നകുലേട്ടന്റെ കണ്ണിലോ കാതിലോ എത്തിയാൽ അതു മതി ആ ബന്ധം എന്നേക്കും തകരാൻ. അത്ര കർക്കശമാണ് ആ സ്നേഹം. വീട്ടിലെത്തിയപ്പോൾ തുളസി എല്ലാം വിശദമായി ലക്ഷ്മി അറിയിച്ചു. കൈതാരത്തുണ്ടായിരുന്ന സമാധാനം ഇന്നലെ കൊണ്ട് തീർന്നു. വട്ട്. ലക്ഷ്മി ചിരിച്ചു. ചിലർക്ക് ചിലരെ കാണുമ്പോൾ കാര്യമില്ലാതെ വെറുപ്പ് തോന്നും. അയാൾ ശരിയല്ലെന്ന സംശയവും. ചിലപ്പോൾ നാൾ പൊരുത്തക്കുറവ് കൊണ്ടാവും. നീ പറഞ്ഞു കേട്ടിടത്തോളം അയാൾ എന്തേലും തെറ്റായി ചെയ്തു എന്ന് എനിക്ക് തോന്നണില്ല. അയാൾ പരിചയപ്പെടാൻ താല്പര്യം കാണിച്ചു. അതല്ലേ ആദ്യ കുറ്റം. കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഏത് പുരുഷനും ഒരു താല്പര്യം ഉണ്ടാവാം. പ്രത്യേകിച്ചും അവിവാഹിതനും വേറെ പെണ്ണും മനസ്സിൽ കയറിയിട്ടല്ലാത്തവനുമാണെങ്കിൽ. ഏട്ടത്തി എന്തായി പറയണത്? അയാളുടെ മനസ്സിൽ എന്താ മണ്ണാങ്കട്ടയായാലും എൻ്റെ മനസ്സിൽ എൻ്റെ നകുലേട്ടനല്ലേ. അത് ഓർത്തോണ്ട് തന്നെയാ മോളെ ഞാൻ പറഞ്ഞത്, ലക്ഷ്മി അറിയിച്ചു. നകുലനുള്ളിടത്തോളം നീ അയാളെ മൈൻഡ് ചെയ്യണ്ട എന്ന് വെച്ച് അത് ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെടണോ? ഒന്നോ രണ്ടോ തവണ കൂടി അയാളുടെ അറ്റംപ്റ്റ് ഉണ്ടായേക്കാം. ഇഷ്ടമല്ലാന്ന് നീ വ്യക്തമായി പ്രകടമാക്കിയേക്കണം. അതോടെ കക്ഷി പടം മടക്കും. മര്യാദക്കാരനാണെങ്കിൽ. മര്യാദക്കാരനല്ലെങ്കിൽ? ലക്ഷ്മി വീണ്ടും ചിരിച്ചു. അതപ്പോൾ ആലോചിച്ചാൽ പോരെ. അടുത്ത ജന്മം കഴുതയാകുമെന്ന് വല്ല ജോത്സ്യനും പറഞ്ഞു വെച്ചാ ഈ ജന്മം തന്നെ വിഴുപ്പെടുത്ത് ശീലിക്കണോ? തുളസി നിശബ്ദയായി. വൈകുന്നേരം വീട്ടിലെത്തിയത് കൊണ്ട് ക്ഷീണം മൂലം അവൾ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോയില്ല. വീട്ടിലേക്ക് പോരും വഴി റേഷൻ കടയിൽ കയറാനും കഴിഞ്ഞില്ല. ഞായറാഴ്ച രാവിലെ ഇടവഴിയിൽ വെച്ച് കണ്ടപ്പോൾ നകുലനിടഞ്ഞു. ഓരോ ആഴ്ച കഴിയും തോറും നമ്മളോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരിക. എനിക്കും മനസ്സിലാവണുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ലോകത്തിൽ വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ല. തുളസിയുടെ കണ്ണ് നിറഞ്ഞു. ചുണ്ടു വിതുമ്പി. നകുലൻ അത് ശ്രദ്ധിച്ചില്ല. ആ തന്തയുടെ സ്വഭാവം തന്നെയല്ലേ മക്കൾക്കും കിട്ടും. എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വയറ്റിൽ പിറന്നു എന്നത് മാത്രമാ. അതെങ്കിലും ഉണ്ടല്ലോ. തുളസി കണ്ണു തുടച്ചു. കരഞ്ഞു കാണിച്ച് ജയിക്കും. തുടക്കം മുതലേ ഉള്ള സൂത്രമാ. എനിക്ക് ജയിക്കേണ്ട നകുലേട്ടാ. എപ്പോഴും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നവളാ ഞാൻ നകുലേട്ടൻ്റെ മുമ്പിൽ. നകുലേട്ടൻ ജയിച്ച് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊരു ഡയലോഗ്സ്! ഇതൊക്കെ ആ മാഷന്മാരുടെ മുമ്പിലും
താമസിക്കുന്ന വീട്ടിലെ അഴകിയ രാവണന്റെ അടുത്ത് പ്രയോഗിക്കരുത്. അതിര് കടക്കണം നകുലേട്ടാ. എന്തൊക്കെയാ പറയണതെന്ന് നകുലേട്ടന് തന്നെ നിശ്ചയില്ല. അതെങ്ങനെയാ നിശ്ചയം ഉണ്ടാവണത്? ഞാനൊരു പാവം പ്രീഡിഗ്രിക്കാരൻ. മതി. തുളസിക്ക് ഈർഷ്യ വന്നു. കാണാനായി ഓടി വന്നത് ഇതൊക്കെ കേൾക്കാനാണോ? ഇനി ഓടി വരണ്ട. മാസത്തിൽ 1-2 മാസത്തിൽ ഒരിക്കലോ ഒക്കെ വന്നാ മതി. ശമ്പളം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കാൻ. ഒരുത്തിയെ കണ്ടില്ലെങ്കിലും നകുലം ജീവിക്കും. ഈ ജന്മം മുഴുവൻ കാത്തിരിക്കണം ഞാൻ. പക്ഷേ ആ സ്നേഹം ഒന്നും ഇങ്ങടില്ല. വെട്ടിത്തിരിഞ്ഞ് അയാൾ നടന്നു കഴിഞ്ഞു. സ്തബ്ധയായി നിന്ന് തുളസി. അല്പം ചെന്നിട്ട് തിരികെ വരുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ വന്നില്ലെന്ന് മാത്രമല്ല, ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല. നകുലൻ ഇടവഴിയിലൂടെ തെരുവിൽ അയാൾ മറഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി തുളസിക്ക്. സ്നേഹത്തിന്റെ നിറകുടമാണ് നകുലേട്ടൻ എന്ന് അവൾക്കറിയാം. എന്നിട്ടും തുളസിക്ക് സഹിക്കാനായില്ല. ലക്ഷ്മി അവളെ ആശ്വസിപ്പിച്ചു. വെറുതെ കരയണ്ട പെണ്ണേ. നാളെ വെളുപ്പിന് ബസ് കയറാൻ ചെല്ലുമ്പോൾ ബസ് സ്റ്റോപ്പിൽ മഞ്ഞും കൊണ്ട് നിൽക്കണുണ്ടാവും കാമുകൻ. തുളസി ഒരു ഏങ്ങലോടെ ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് വീണു. ഉച്ചതിരിഞ്ഞപ്പോൾ അയ്യപ്പൻ നായർ എത്തി. ഒരു പട്ടാളക്കാരന്റെ ആലോചനയുണ്ട്. ഭാഗ്യത്തിന് ഇയാള് സ്ത്രീധനം ചോദിക്കണില്ല. എന്നുവെച്ച് ഇങ്ങോട്ടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. അയ്യപ്പൻ നായർ പരിഹാസത്തിൽ മാരാരെ നോക്കി. മാരാരിൽ ഒരു ചമ്മലും ഉണ്ടായി. ചെക്കൻ മാരാരല്ല. മാരാന്മാരുടെ എണ്ണം നാട്ടിൽ കുറവാണല്ലോ. ഇയാൾ നമ്പ്യാരാ. ദോഷമുണ്ടോ? ദോഷമില്ല, ശാരദ അറിയിച്ചു. ചെക്കന് അച്ഛനും അമ്മയില്ല. ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. വീട് അതിനായിട്ട് കൊടുത്തു. ഇയാൾക്ക് വീടില്ല, പക്ഷെ സ്ഥലമുണ്ട്. അവിടെ വീട് പണിയും വരെ പെൺകുട്ടി സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും. എന്ന് വെച്ച് പേടിക്കണ്ട. പട്ടാളത്തിൽ നിന്ന് അയാൾക്ക് മാസാമാസം പണം ഇങ്ങോട്ട് അയച്ചു തരും. നിങ്ങൾക്കും അതൊരു ഗുണമായിരിക്കുമല്ലോ. പണം അയച്ചു തരുമെന്ന് കേട്ടതോടെ മാരാരുടെ മുഖത്തൊരു ഉത്സാഹം വന്നു. പക്ഷേ ശാരദയുടെ മുഖം മങ്ങി. പെണ്ണ് ഇവിടെ താമസിക്കുമ്പോൾ ദേശക്കാരെന്തു പറയോ ആവോ? ഒന്നും പറയില്ല. പെട്ടെന്ന് തുളസി മുന്നോട്ട് വന്നു. പറഞ്ഞാൽ ഇവിടെ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. അയ്യപ്പൻ നായർക്ക് സന്തോഷമായി. അങ്ങനെയെങ്കിൽ വരണ മാസം അവസാനം അയാൾ ലീവിൽ വരും. അയാൾ വന്ന് പെണ്ണിനെ കണ്ടോട്ടെ. പെണ്ണ് ചെക്കനെയും. അയാൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ബസ് സ്റ്റോപ്പിൽ നകുലൻ വരുമെന്ന തുളസിയുടെ പ്രതീക്ഷ ഫലിച്ചില്ല. ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ആ വേദന അവളെ വല്ലാതെ നീറ്റി. വൈകുന്നേരം ബാഗും തൂക്കി തുളസി ശ്രീകുമാരി അമ്മയുടെ വീട്ടിലെത്തുമ്പോൾ ഉമ്മറക്കോലായിലെ ചൂരൽ സെറ്റിയിൽ അയാളുണ്ട്. കൃഷ്ണചന്ദ്രൻ. തുളസി സ്തബ്ധയായി നിന്നുപോയി. പിന്നെ പടികൾ കയറി അകത്തേക്ക് നടന്നു. സാധാരണ ശനിയാഴ്ച വന്നാൽ ഞായറാഴ്ച വൈകുന്നേരമോ തിങ്കളാഴ്ച രാവിലെയോ മടങ്ങാറുണ്ട് ഞാൻ. കൃഷ്ണചന്ദ്രൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. പക്ഷേ ഇക്കുറി തുളസി വന്ന് കണ്ടിട്ടേ പോണുള്ളൂ എന്ന് വെച്ചു. ടീച്ചർ എന്നല്ല അയാൾ പറഞ്ഞത്, തുളസി എന്നാണ്. അവൾ തിരിഞ്ഞു നിന്നു. അമ്മയോടൊരു നുണയാണ് കാച്ചിയത്. കൃഷ്ണചന്ദ്രൻ തുടർന്നു. കോൾഡ് അടിച്ചു വന്നു. തുളസി അത് പൊളിക്കരുതേ. എന്തിനാ എന്നെ കാണണത്? അങ്ങേയറ്റം പരുഷമായാണ് തുളസി ചോദിച്ചത്. കൃഷ്ണചന്ദ്രനിൽ ഒരു ചമ്മലുണ്ടായി. എങ്കിലും അയാളത് ചിരിച്ചു തള്ളി. പ്രേമം കൊണ്ടല്ല. എനിക്കിപ്പോൾ ഒരു പെണ്ണിനോടും പ്രേമം തോന്നാറില്ല. കല്യാണം കഴിക്കാൻ മോഹം തോന്നിയിട്ടുമില്ല. പിന്നെ? തുളസിയുടെ പുരികം ചുളിഞ്ഞു. പിന്നെ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടക്കുമെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോവാലോ എന്ന് കരുതിയ. കൃഷ്ണചന്ദ്രൻ വീണ്ടും ചിരിച്ചു. ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര നടുക്കത്തിലായിപ്പോയി തുളസി. ഒരു പുരുഷനും സ്ത്രീയോട് ഇത്ര പച്ചയായി സംസാരിക്കാനാവുമെന്ന് അവൾ കരുതിയില്ല. ആ പല്ലുകൾ ഞെരിഞ്ഞു. കണ്ണുകളിൽ നിന്ന് തീനാമ്പുകൾ ചിതറി. തെറ്റിദ്ധരിക്കണ്ട. കൃഷ്ണചന്ദ്രൻ അപ്പോഴും ചിരിച്ചതേ ഉള്ളൂ. വല്ലപ്പോഴും ചില്ലറ നേരം പോക്കുകൾ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആഴ്ചതോറും ടൗണിൽ നിന്ന് വരുമ്പം ചില പ്രസന്റേഷൻസും ഞാൻ കൊണ്ടുവരാം. തുളസിയുടെ വീട്ടിലെ സിറ്റുവേഷൻസ് പരിതാപകരമല്ലേ? സ്കൂളിൽ ഉടുത്തോണ്ട് പോകാൻ കൊള്ളാവുന്ന ഒരു സാരി പോലും തുളസിയുടെ പെട്ടിക്കുള്ളിലില്ലെന്ന് എനിക്കറിയാം. വില കൂടിയ ഒരു സ്പ്രേ, നല്ല ബ്രാൻഡ് കോസ്മെറ്റിക്സ്, വീട്ടിൽ കണക്ക് ബോധിപ്പിക്കേണ്ടാത്ത അത്യാവശ്യം പോക്കറ്റ് മണി, ഇതൊക്കെ ഇന്നത്തെ പെൺകുട്ടികൾ ആഗ്രഹിക്കില്ലേ? അങ്ങടും ഇങ്ങടും വലിയ ഛേദമില്ലാത്ത ഉപകാരങ്ങൾ തുളസിക്ക് മനസ്സിലായി കാണുമല്ലോ. ഉവ്വ്. പരിഹാസം കൊണ്ടും രോഷം കൊണ്ടും തുളസിയുടെ മുഖം ചുളിഞ്ഞു. പ്രസന്റേഷൻസ് കൈപ്പറ്റി പ്രത്യുപകാരം ചെയ്യുന്ന പെൺകുട്ടികൾ ടൗണിൽ നിങ്ങൾക്കറിയാമോ? ഓ, ധാരാളം. കൃഷ്ണചന്ദ്രൻ ചിരിച്ചു. കഞ്ഞിക്ക് വകയില്ലാത്ത വീടുകളിലെ ചില പെൺകുട്ടികൾ ടൗണിലൂടെ അടിച്ചു പൊളിച്ചു നടക്കുന്നത് പിന്നെ എങ്ങനെയാണെന്നാ കുട്ടിയുടെ വിചാരം? തുളസിക്കറിയില്ല ഇന്നത്തെ ലോകം. തുടക്കത്തിൽ ഞാനും അമ്പരന്ന് പോയിട്ടുണ്ട്. തുളസിയുടെ കണ്ണിൻ മുന്നിൽ സ്വന്തം ലക്ഷ്മിയേട്ടത്തിയുടെ മുഖം തെളിഞ്ഞു. ഒരു കൊച്ചു ജോലി കൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് അവർ ഒരു കുടുംബം പോറ്റിയിരുന്നത്.
തുളസി വിഷമിക്കണ്ട, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. ആലോചിച്ചു മറുപടി പറഞ്ഞാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. തുളസി ഒതുക്കുകൾ കയറി പോന്നപ്പോൾ ചെരുപ്പഴിച്ച് ഞാൻ താഴെ വെച്ച് പോയി. ഇല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ കരണത്തൊന്ന് തന്നേനെ ഞാൻ. ഇപ്പോൾ എനിക്ക് കഴിയുക മുഖമടച്ച് കാർക്കിച്ച് തുപ്പാനാണ്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, നിങ്ങളെ പ്രസവിച്ച ആ അമ്മയെ ഓർത്ത്. അതുകൊണ്ട് മാത്രം. വെട്ടിത്തിരിഞ്ഞവൾ അകത്തേക്ക് നടന്നുപോയി. അന്താളിച്ച മുഖത്തോടെ വാതുക്കൽ ശ്രീകുമാരി അമ്മ നിന്നിരുന്നു. തുളസി പറഞ്ഞ വാചകങ്ങൾ അവർ വ്യക്തമായി കേട്ടിരുന്നില്ല. എന്താ കൃഷ്ണ, എന്താ തുളസി പറഞ്ഞത്? പരിഭ്രാന്തിയോടെ ശ്രീകുമാരിയമ്മ ഓടി മകന്റെ അരികിലെത്തി. ഹേയ്, ഒന്നുമില്ലമ്മേ. കൃഷ്ണചന്ദ്രൻ ഒഴിഞ്ഞു മാറി. ഞാനൊരു തമാശ പറഞ്ഞു. തുളസി അത് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നണു. ശ്രീകുമാരിയമ്മ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. കിടക്കയിലിരിക്കുകയാണ് തുളസി. മുന്നിൽ പെട്ടി വെച്ച് അതിലേക്ക് മുഖം ചായച്ച്. മോളെ, ശ്രീകുമാരിയമ്മ വിളിച്ചു. എന്തേ? കൃഷ്ണനോട് കയർത്ത് വർത്തമാനം പറയണത് കേട്ടുല്ലോ. എന്താ അവൻ പറഞ്ഞത്? അമ്മ കേൾക്കട്ടെ. പെട്ടെന്ന് തുളസി മുഖം പൊത്തിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞു. മോളെ, ശ്രീകുമാരിയമ്മ വിളിച്ചു. എന്തേ? ശ്രീകുമാരിയമ്മ തുളസിയുടെ അരികിലായിരുന്നു. ആ ചുമലിൽ കൈവച്ചു. ഈ അമ്മ അരികിലുള്ളപ്പോൾ എന്തിനാ എൻ്റെ മോള് കരയണത്? നിനക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും അമ്മയോട് പറയാലോ. അവനൊരു ശല്യാണെങ്കിൽ അവനെ ഞാൻ ഈ നിമിഷം പറഞ്ഞയക്കിഞ്ഞ്. പഴയ പോലെ ശനിയാഴ്ച വൈകിട്ട് വന്ന് തിങ്കളാഴ്ച രാവിലെ പൊയ്ക്കോളും. എന്താ? തുളസി അപ്പോഴും കരഞ്ഞതേ ഉള്ളൂ. മോള് പറ, എന്താ വേണ്ടത്? ഈ രാത്രി തന്നെ അവനെ പറഞ്ഞയക്കണോ? ഒന്നും വേണ്ടമ്മേ, ഞാനൊരു പാവപ്പെട്ട പെണ്ണ. ഈ ജോലി കൊണ്ട് വേണം എനിക്ക് എൻ്റെ കുടുംബം പുലർത്താൻ. അതുകൊണ്ട് ഇത് വലിച്ചെറിഞ്ഞിട്ട് പോവാൻ എനിക്കാവില്ല. അമ്മയുടെ അടുത്തുള്ള സുരക്ഷിതത്വം എനിക്ക് ഈ കൈതാരത്ത് വേറൊരു വീട്ടിലും കിട്ടില്ലെന്നും അറിയാം. അതുകൊണ്ട് ഇവിടെ മാനമായി ജീവിക്കാൻ എന്നെ അനുവദിക്കണം. ഇവിടെ നിന്റെ മാനത്തിനൊരു കുറവും വരില്ല മോളെ. ഞാൻ വാക്ക് തരാം. നീ ആഗ്രഹിക്കാതെ നിന്നോടിനി അവനൊന്നും പറയാൻ വരില്ല, പോരെ? തുളസി മെല്ലെ തലകുലുക്കി. ശ്രീകുമാരി അമ്മ എഴുന്നേറ്റ് വീണ്ടും കൃഷ്ണചന്ദ്രന്റെ മുന്നിലെത്തി. നാണം കെട്ടവൻ, നാളെ നേരം വെളുക്കുമ്പോൾ സ്ഥലം വിട്ടോണം. ജലദോഷമായാലും പനിയായാലും ശനിയാഴ്ച വൈകുന്നേരമേ പിന്നിങ്ങോട്ട് കാണാവൂ. കൃഷ്ണചന്ദ്രൻ ചിരിച്ചു. ചിരിച്ചോ? തോന്നിയവാസി. എന്തിനു വിളിച്ചാ മതിയല്ലോ കഴുതരാമൻ. ആ കുട്ടി എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? അതിനെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ ആശിച്ചത് ഈ കുട്ടി എൻ്റെ മരുമകളായി വന്നിരുന്നെങ്കിലെന്നാ. ഇനി അതിൻ്റെ അടുത്ത് ഇങ്ങനൊരു വിഷയം മിണ്ടണോ? ശ്രീകുമാരിയമ്മ പിറുപിറുത്തു. കൃഷ്ണചന്ദ്രന്റെ മിഴികൾ അത്ഭുതത്തിൽ വിടർന്നു. നിനക്ക് ചിലപ്പോ ഇതിലും സൗന്ദര്യവും ഇഷ്ടം പോലെ പണമുള്ള പെണ്ണിനെ കിട്ടുമായിരിക്കും. പക്ഷേ ഇതുപോലെ സ്വഭാവശുദ്ധിയും അച്ചടക്കവും അഭിമാനമുള്ള പെൺകുട്ടികൾ അപൂർവ. അത് മറക്കണ്ട, ശ്രീകുമാരിയമ്മ പറഞ്ഞു. അമ്മയുടെ വിചാരം പെണ്ണിന്റെ സൗന്ദര്യവും സ്വത്തും പോരാഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തതെന്നാണോ? കൃഷ്ണചന്ദ്രൻ ചോദിച്ചു. പിന്നെ? ശ്രീകുമാരിയമ്മ പുരികമുയർത്തി. എൻ്റെ ഈ ശമ്പളം കൊണ്ട് എനിക്ക് സുഖമായി ജീവിക്കാം. അമ്മയ്ക്ക് പോക്കറ്റ് മണിയും തരാം. എന്നാൽ ഒരു നല്ല കുടുംബജീവിതത്തിന് തികയുന്ന പണം എനിക്ക് കിട്ടണില്ലമ്മേ. ഈ വരുമാനത്തിൽ ടൗണിൽ ഒരു വീട് വാടകയ്ക്കെടുത്താൽ ബാക്കി എന്തുണ്ടാവും? പിന്നെയും ചെലവുകളുടെ പട്ടിക നീളില്ലേ? എന്തിനാ ടൗണിൽ വീട് വാടകയ്ക്കെടുക്കണത്? ഇവിടെ താമസിച്ചൂടെ? ഈ കൈതാരത്ത് ഇന്നത്തെ ഏത് പെൺകുട്ടി വന്ന് താമസിക്കുമേ? താമസിക്കുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കട്ടെ. കല്യാണത്തിന് നീ സമ്മതിക്കുവോ? കൃഷ്ണചന്ദ്രന്റെ ചുണ്ടിൽ നേർത്തൊരു കുസൃതി നിറഞ്ഞു. സ്വന്തം ഒരു കൂട് കൂട്ടാൻ ചെറിയൊരു മോഹമില്ലാതില്ല. പക്ഷേ എൻ്റെ അമ്മയുമായി ഇണങ്ങണ പെണ്ണായിരിക്കണം. എൻ്റെ ചെറിയ വരുമാനത്തിൽ ഒതുങ്ങിക്കൂടുന്നവളായിരിക്കണം. വിരൂപിയാകരുതെന്നേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പ് എനിക്ക് കാണണമെന്ന് പോലുമില്ല. ശ്രീകുമാരിയമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിങ്ങി. അത്താഴം കഴിക്കുന്നതിനിടയിൽ ശ്രീകുമാരിയമ്മ തുളസിയോട് പറഞ്ഞു. കൃഷ്ണൻ കുട്ടിയോട് സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അവന് മോളോട് എന്തോ ഒരു സ്നേഹമുണ്ട്, അതെനിക്കുറപ്പാ. തുളസി യാതൊരു മറുപടിയും പറഞ്ഞില്ല. അവളോട് എന്തൊക്കെയോ കൂടി പറയണമെന്നുണ്ടായിരുന്നു. ശ്രീകുമാരി അമ്മയ്ക്ക് സാവധാനമാകാമെന്ന് തീരുമാനിച്ചു. പയ്യെ തിന്നാ പനയും തിന്നാലോ. തുളസി രാവിലെ ഉണർന്ന് പുറത്തു വന്നപ്പോൾ കൃഷ്ണചന്ദ്രൻ വീട്ടിലില്ല. ചായ കഴിക്കുമ്പോഴാണ് ശ്രീകുമാരിയമ്മ പറഞ്ഞത്. കൃഷ്ണൻ വെളുപ്പിനെ പോയി. എൻ്റെ കയ്യിലൊരു കവർ തന്നിട്ടുണ്ട് കുട്ടിക്ക് തരാൻ. ക്ഷമാപണവും. ഒരു ലോങ് കവർ തുളസിയെ ഏൽപ്പിച്ചു അവർ. പശ വെച്ച് അത് നന്നായി ഒട്ടിച്ചിരിക്കുന്നു. സ്വന്തം മുറിയിൽ പോയിരുന്നാണ് തുളസി കത്ത് പൊട്ടിച്ചത്. തുളസി ക്ഷമിക്കണം, ഒരവിവേകം കൂടി. ഇനി എന്നിൽ നിന്നൊന്നും ഉണ്ടാവില്ല. തുളസി ഇച്ഛിക്കാതെ തൻ്റെ കൺമുന്നിൽ വരിക പോലുമില്ല ഞാൻ. എൻ്റെ അമ്മയ്ക്ക് എന്നെ ജീവനാണ്. പക്ഷേ എനിക്ക് കൊടുക്കാൻ കഴിയുന്നതിലും എത്രയോ ഇരട്ടി സന്തോഷം
തുളസി അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഇന്നലെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് അമ്മയ്ക്ക് നഷ്ടമാവരുത്. അടുത്തത് ഒരു കുറ്റസമ്മതമാണ്. പരീക്ഷിക്കാനാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എൻ്റെ അനുഭവം അതാണ്. നല്ല സ്ത്രീകളെ എനിക്കറിയില്ല, എങ്കിലും ഒരുപാട് സുന്ദരികൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. വിവാഹ ജീവിതത്തിനോട് എനിക്ക് വെറുപ്പുണ്ടാകാൻ കാരണം അവരാണ്. എൻ്റെ വരുമാനമല്ല തുളസി, ഞാൻ കണ്ട പുതിയ സ്ത്രീയാണ്. എൻ്റെ അമ്മയെ കൂടാതെ എനിക്ക് ബഹുമാനിക്കാൻ ഒരു പെണ്ണിനെ കൂടി കിട്ടിയതിൽ സന്തോഷം. നന്ദി. തുടക്കത്തിൽ സംബോധന ഇല്ലായിരുന്നതുപോലെ ഒടുക്കത്തിൽ എഴുതിയ ആളിൻ്റെ പേരുമില്ല. ആ കത്ത് കുനുകുനെ കീറി ഒരു കടലാസിൽ പൊതിഞ്ഞ് തുളസി ബാഗിൽ വെച്ചു. സ്കൂളിലേക്ക് പോരും വഴി പാലം കടക്കുമ്പോൾ ബാഗിൽ നിന്ന് ആ പൊതിയെടുത്ത് തുറന്ന് കടലാസ് തുണ്ടുകൾ വെള്ളത്തിലേക്ക് പറത്തി. വെള്ളിയാഴ്ച സ്കൂൾ അഡ്രസ്സിൽ തുളസിക്ക് ലക്ഷ്മിയുടെ ഒരു കത്ത് കിട്ടി. ഈ ഞായറാഴ്ച മേടമ്പത്താണ്. കല്യാണത്തിന് ആരെയെങ്കിലും ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ മറക്കണ്ട. ഏട്ടന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ക്ഷണക്കത്തൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. ബാക്കി നേരിൽ. സ്കൂളിൽ നിന്ന് ആരെയും ക്ഷണിക്കേണ്ട എന്ന് തുളസി തീരുമാനിച്ചു. ശ്രീകുമാരി അമ്മയോട് മാത്രം വിവരങ്ങൾ പറഞ്ഞു. കൃഷ്ണനോട് ചോദിക്കാതെ അമ്മയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല മോളെ, ശ്രീകുമാരി അമ്മ അറിയിച്ചു. ഏതായാലും എടുപിടിയുന്ന ഒരു യാത്ര അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. എന്നാൽ ഒരു ദിവസം അമ്മ മോളുടെ വീട്ടിൽ വരും, അതുറപ്പാ. അർത്ഥഗർഭമായൊരു പുഞ്ചിരിയോടെ തുളസിയെ ചേർത്ത് പിടിച്ചവർ ആശ്ലേഷിച്ചു. ശനിയാഴ്ച സന്ധ്യയ്ക്ക് തൃക്കൈയിൽ ദീപാരാധന തൊഴാൻ ചെന്നിട്ട് തുളസിക്ക് നകുലനെ കാണാൻ ആയില്ല. ഞായറാഴ്ച കല്യാണത്തിന് വരാതിരിക്കുമോ? തുളസിക്ക് ആദിയായി. അവൾ അമ്മയോട് തിരക്കി. അമ്മാമ്മയെ നകുലേട്ടനെ ഒന്നും കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലേ അമ്മേ? ഞാനല്ലേ പോയി ക്ഷണിച്ചത്, ശാരദ പറഞ്ഞു. നിശ്ചയം പറയാൻ കഴിയാഞ്ഞതിന് കാല് പിടിച്ചു മാപ്പും പറഞ്ഞു. നകുലൻ അവിടെ ഇല്ലായിരുന്നു, അനിയനോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ആരേലും വരുവോ ആവോ? തുളസി തലയിൽ കൈവച്ചു. ഇടയിൽ നിന്ന് വിഷമത്തിലാവുക ഞാനാ. തുളസി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ലക്ഷ്മിയുടെ മടിയിൽ തല വെച്ച് അവൾ കരഞ്ഞു. തിങ്കളാഴ്ച രാവിലെ പോകുമ്പോഴും നകലേട്ടനെ കണ്ടില്ല. ഇന്ന് സന്ധ്യയ്ക്ക് തൃക്കൈയിലും കണ്ടില്ല. എന്നോട് പിണങ്ങിയിരിക്കുക. പിണങ്ങാൻ നീ എന്ത് തെറ്റാ ചെയ്തേ? തൊട്ടതിനൊക്കെ സംശയ. ഞാൻ ഈ ജോലിക്ക് പോണത് പോലും ഇഷ്ടമല്ല. എന്ന് വെച്ച് ഈ ജോലി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? വേണ്ടെന്ന് വെച്ചേനെ ഞാൻ. ഈ കുടുംബത്തിന്റെ സ്ഥിതി ഓർക്കുമ്പോഴാ. അവന് പഠിപ്പില്ല, ജോലിയില്ല, അതിന്റെ കോംപ്ലക്സാ, ലക്ഷ്മി പറഞ്ഞു. എന്തായാലും നകുലേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. തുളസി വിമ്മിക്കരഞ്ഞു. തുളസി അത്ഭുതത്തിൽ നോക്കിയിരുന്നതല്ലാതെ ലക്ഷ്മി മറുപടി ഒന്നും പറഞ്ഞില്ല. വളരെ അടുത്ത കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന്. കൂട്ടത്തിൽ തെക്കേ മാരത്തുനിന്ന് ശേഖരമാരാരും എത്തിയിരുന്നു. അച്ഛൻ്റെ ഒപ്പം മുരളി ശേഖരമാരാർക്കും ദക്ഷിണ നൽകി. ശേഖരമാരാർ മരുമകന്റെ വിരലിൽ ഒരു സ്വർണ്ണ മോതിരം അണിയിച്ചു കൊടുത്തു. നകുലന് വേണ്ടി തുളസി ചുറ്റും കണ്ണോടിച്ചു. ആ ഒരാൾ മാത്രം എത്തിയിരുന്നില്ല. തുളസിയുടെ നെഞ്ചു പൊട്ടി. നിയന്ത്രിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ലക്ഷ്മി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അനിയത്തിയുടെ കാതിൽ ചുണ്ടമർത്തി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ. ആരും കാണാതെ മുഖം തിരിച്ചു നിന്ന് തുളസി സാരി തുമ്പാൽ കണ്ണുകൾ തുടച്ചു. വീട്ടിലേക്ക് പോരും വഴി തുളസി തെക്കേ മാരാത്ത് കയറി. അവിടെ ശേഖരമാരാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നകുലൻ ഏതോ സ്നേഹിതനെ കാണാൻ രാമപുരത്തിന് പോയിരിക്കുക. അനിയൻ ചെക്കനെ റേഷൻ കട ഏൽപ്പിച്ചിട്ട്. എന്നോട് പിണങ്ങിപ്പോയതാ, തുളസി കരഞ്ഞു. പിണങ്ങണതാണോ തെറ്റ്? ശേഖരമാരാർ ചോദിച്ചു. അവനും ഒരു ആൺകുട്ടിയല്ലേ. ഈ വീട് കണ്ടോ നീ? ഇതൊരു വീടാണോ? സന്ധ്യയ്ക്ക് ദീപം തെളിക്കാൻ ഇവിടെ ഒരു പെൺകുട്ടിയില്ല. വീട്ടിൽ പെണ്ണില്ലെങ്കിൽ എന്നോട് പെണ്ണ് കെട്ടാൻ പറഞ്ഞു നിന്റെ അച്ഛൻ. അതയാൾക്കേ പറ്റൂ. തുളസിയുടെ മുഖം കുനിഞ്ഞു. നിനക്ക് ജോലിയാകും വരെ അവൻ കാത്തില്ലേ? ഇനിയും കാക്കണോ? വീട്ടിലെ സ്ഥിതി മുഖമുയർത്താതെയാണ് തുളസി പറഞ്ഞത്. അത് ആണുങ്ങൾ നോക്കണം. നിങ്ങൾ ഇങ്ങനെ ചുമട് ചുമക്കാൻ തയ്യാറായിട്ടാണ് പിന്നെയും പിന്നെയും എടുത്ത് തലയിലേക്ക് വെച്ച് തരണത് നിന്റെ തന്ത. നിന്റെ ഏട്ടൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ എന്തായിരുന്നു തിടക്കം? വീട്ടിൽ പെണ്ണില്ലാഞ്ഞിട്ടാണോ? തുളസിക്ക് ഉത്തരം മുട്ടി. നകുലൻ നിന്നെ കല്യാണം കഴിച്ചാലും നിന്റെ ശമ്പളമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് അപ്പാടെ നീ നിന്റെ അമ്മയെ ഏൽപ്പിച്ചോളൂ. ഈ വീട്ടിൽ നീ ഉണ്ടായാൽ മതി. കൈതാരം സ്കൂളിൽ ജോലി നോക്കുമ്പോൾ ഞാൻ അവിടെ താമസിക്കേണ്ടി വരില്ലേ അമ്മാമേ? 3 വർഷമെങ്കിലും കഴിയാതെ മാറ്റം കിട്ടുമോ? 3 മാസം കൊണ്ട് ഞാൻ മാറ്റം വാങ്ങിത്തരട്ടെ? ശേഖരമാരാർ ചോദിച്ചു. 10 ക്ലാസിന്റെ പഠിപ്പേ ഉള്ളൂ എനിക്ക്. പക്ഷേ ഈശ്വര അനുഗ്രഹത്താൽ നിന്റെ താളത്തെ ആരാധിക്കുന്ന മന്ത്രിമാരും MLA മാരും ഉണ്ട് ഈ ദേശത്ത്. ഞാനിന്ന് ശ്രമിക്കാം. അതിനു മുമ്പ് നീ നകുലന്റെ ഒപ്പം ഇങ്ങോട്ട് പോരുമോ? എനിക്ക് സമ്മതമാ.
തുളസിയുടെ തൊണ്ടയിടറി. പക്ഷേ എൻ്റെ ഏട്ടത്തി നിൽക്കെ ശേഖരമാരാർ വല്ലാതെയായി. കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളാ ഏട്ടത്തി. ഏട്ടത്തിയുടെ കല്യാണം കൂടി നടന്നിട്ട്. തുളസി ദീനമായി ശേഖരമാരാറെ നോക്കി. ആലോചനകൾ വരണുണ്ട്. അത് നടക്കും മുമ്പ് ഞാൻ ഇറങ്ങിപ്പോയാൽ പിന്നീട് ഒരിക്കലും അത് നടന്നില്ലെന്ന് വരും. ഒക്കെ നീ നകുലിനോട് പറയ്. ഒന്ന് നിശ്വസിച്ചിട്ട് മാരാർ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനുള്ളപ്പോൾ ഞാൻ നിന്റെ പക്ഷത്ത് നിന്നാ സംസാരിക്കാറുള്ളത്. ഇത്തിരി മുൻശാണ്ടിയും ദുർവാശിയും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സലിവുള്ളവൻ അവനും. ഇന്ന് വരുമോ നകുലേട്ടൻ? നാളെ വരുള്ളൂ എന്നാ പറഞ്ഞത്. എങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ കണ്ടോളാം. ഞാൻ വന്നിരുന്ന കാര്യം അമ്മാമ്മയൊന്ന് പറഞ്ഞാൽ മതി. ശേഖരമാരാർ സമ്മതത്തിൽ തലകുലുക്കി. നകുലനെ കാണാതെ തുളസി മടങ്ങി. തിങ്കളാഴ്ച രാത്രി അത്താഴം വിളമ്പുമ്പോൾ ശ്രീകുമാരി അമ്മ തുളസിയോട് പറഞ്ഞു, കൃഷ്ണൻ എൻ്റെ അടുത്ത് കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. ഇക്കുറി വന്നപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചോളൂ, ഞാൻ സമ്മതിക്കാന്ന്. തുളസി അമ്പരപ്പിൽ ശ്രീകുമാരി അമ്മയെ നോക്കി. തുളസി ഭയപ്പെടേണ്ട, ശ്രീകുമാരി അമ്മ ചിരിച്ചു. ഉടനെ ഒരു കല്യാണത്തിന് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അത്ര തിടുക്കമൊന്നുമില്ല ഇവിടെ. മാത്രമല്ല, കല്യാണം കഴിഞ്ഞാലും കുട്ടിയുടെ കടമകളൊക്കെ നിർവഹിക്കണതിൽ ഇവിടെ ആരും തടസ്സമല്ല. അതുമാത്രമല്ലമ്മേ, തുളസിയുടെ തൊണ്ടയിടറി. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അമ്മാമ്മയുടെ മോനെ. 2 വീട്ടുകാർക്കും സമ്മതവും അത്. സ്തബ്ധയായി ഇരുന്ന് ശ്രീകുമാരി അമ്മ. അവർക്ക് ശ്വാസം പോലും നഷ്ടമായി. എൻ്റെ ഏട്ടത്തിയുടെ കല്യാണം കഴിയാൻ കാത്തിരിക്കുക ഞങ്ങള്. തുളസി തുടർന്നു. ആലോചനകൾ വരണുണ്ട്. സ്ത്രീധനം മാത്രമേ ഒരു പ്രശ്നമായുള്ളൂ. സുന്ദരിയാണോ ആ കുട്ടി? ഒരു നിമിഷം എന്തോ ആലോചിച്ചിരുന്ന ശ്രീകുമാരിയമ്മയുടെ മിഴികൾ പൊടുന്നനെ വിടർന്നു. അതെ, തുളസിക്ക് ഉത്സാഹമായി. എന്നേക്കാൾ എത്രയോ നല്ലതാ. നിറവും മുടിയും എല്ലാം എന്നേക്കാളുണ്ട്. പഠിപ്പും അത്യാവശ്യം ഒരു ജോലിയുണ്ട്. പണമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ഞങ്ങൾക്ക് പണം വേണ്ട, ശ്രീകുമാരിയമ്മ പറഞ്ഞു. ജോലിയും വേണ്ട, ഈ വീട്ടിൽ നിൽക്കണം. ഉള്ളതുകൊണ്ട് സന്തോഷമായി പൊരുത്തപ്പെട്ട് കുട്ടിക്കുള്ള ആഭരണങ്ങളും കല്യാണ ചെലവും എല്ലാം തരും. ഈ വീട്ടിലെ റാണിയായി വാഴിക്കുകയും ചെയ്യും. ഒന്നേ വേണ്ടു. അവർ പുഞ്ചിരിച്ചു. കുട്ടി നല്ലതായിരിക്കണം, നിന്നെ പോലെ. തുളസി വല്ലാതെ കുഴഞ്ഞു. കുട്ടി നല്ലതായിരിക്കണം എന്ന ആ ഒരു വാചകത്തിൽ അതിനൊരുപാട് അർത്ഥമുണ്ടെന്ന് അവൾക്ക് തോന്നി. പ്രത്യേകിച്ചും തൻ്റെ ലക്ഷ്മിയേട്ടത്തിയുടെ കാര്യത്തിൽ. ഞാനിത് പറയാൻ കാരണമുണ്ട്, ശ്രീകുമാരിയും അറിയിച്ചു. കല്യാണക്കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്നവൻ ഇപ്പോ താല്പര്യം കാണിച്ചത് തുളസി ആയതുകൊണ്ടാ. തുളസി ഏതായാലും ഞങ്ങൾക്ക് കിട്ടില്ല. ആ സ്ഥിതിക്ക് മറ്റൊരു പെണ്ണിനെ തിരക്കേണ്ടതിൽ ഭേദം തുളസിയുടെ ഏട്ടത്തിയായാൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, ഇല്ലേ? തുളസി മുഖം കുനിച്ചു. കൃഷ്ണന്റെ മനസ്സ് എനിക്കറിയില്ലേ? കുസൃതി ചിരിയോടെ ശ്രീകുമാരിയമ്മ തുടർന്നു. എന്നാലും ഞാൻ ചോദിക്കാം, പക്ഷേ കുട്ടി തുളസിയുടെ അത്രയൊക്കെയെങ്കിലും നല്ലതായിരിക്കണം. തുളസി മുഖമുയർത്തി ശ്രീകുമാരി അമ്മയെ നോക്കി. എൻ്റെ ഏട്ടത്തിയെപ്പറ്റി ഞാൻ പറഞ്ഞാൽ ആത്മപ്രശംസയുടെ അംശം വരില്ലേ അമ്മേ? എന്നാലും എനിക്ക് തോന്നണത് കാഴ്ചയിൽ എന്നേക്കാൾ ഭേദമാണെന്ന് തന്നെയാ. ഏതായാലും അമ്മ വന്ന് കണ്ടിട്ടല്ലേ തീരുമാനിക്കൂ. ഞാൻ വന്ന് കാണാം. ശ്രീകുമാരി അമ്മ പുഞ്ചിരിച്ചു. പെണ്ണ് കാണാൻ വന്നതാണെന്ന് അവിടെ ആരോടും പറയണ്ട. എനിക്ക് തൃപ്തിയായാൽ അത് മതിയെന്നാ കൃഷ്ണൻ പറഞ്ഞിരിക്കണത്. എന്നാലും അവനും കൂടി വന്ന് കണ്ടിട്ട് നമുക്ക് ഉറപ്പിക്കാം. തുളസിയുടെ ഏട്ടത്തേക്ക് കൃഷ്ണനെ ഒന്ന് കാണാലോ. ഏട്ടത്തിക്ക് അങ്ങനെയൊന്നുമില്ല. വീട്ടുകാർ തീരുമാനിക്കണ ഏത് കല്യാണവും ഏട്ടത്തിക്ക് സമ്മതമായിരിക്കും. എന്ന് വെച്ചാ അനിയത്തിയെ പോലെ പ്രണയമൊന്നും ഏട്ടത്തിക്ക് ഇല്ല എന്ന് സാരം. നല്ല കുട്ടി. ശ്രീകുമാരിയമ്മ ചിരിച്ചു. തുളസിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഈ കല്യാണം ഭയങ്കരമായൊരു വഞ്ചനയായിരിക്കില്ലേ? അത് ഓർത്തപ്പോൾ തുളസിയുടെ നെഞ്ചു പൊള്ളി. കൃഷ്ണചന്ദ്രൻ എന്ന വ്യക്തിക്ക് ഈ വഞ്ചന ഒരു വലിയ ശിക്ഷയായിരിക്കില്ല. അത്തരത്തിലൊരാളാണല്ലോ അയാൾ. സ്വന്തം ജീവിതത്തിലൂടെ ഒരുപാട് സുന്ദരിമാർ കടന്നു പോയിട്ടുണ്ടെന്ന് അയാൾ സ്വയം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരാൾക്ക് ഈ കല്യാണം ഒരു പ്രായച്ചിത്തമേ ആവുകയുള്ളൂ. ലക്ഷ്മി ഏട്ടത്തിയാണെങ്കിൽ ഒരടിമയെ പോലെ ആ മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ കഴിയുകയും ചെയ്തോളൂ. ഈ സാധുവായ അമ്മയെ ചതിക്കുന്നതിലാണ് സങ്കടം. എങ്കിലും ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് തുളസിക്ക് തോന്നി. ഒരുപക്ഷെ ദൈവം നീട്ടിത്തന്ന രക്ഷാമാർഗമാവാം. ആ പട്ടാളക്കാരന്റെ ആലോചനയുടെ തീരുമാനം അറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഈ ആലോചനയിൽ അമ്മ പറഞ്ഞാൽ ആ മകൻ അനുസരിക്കും എന്ന് തോന്നുന്നു. ആലോചിച്ചു വന്നപ്പോൾ തുളസിയുടെ ഉള്ളിൽ പൂക്കൾ വിരിഞ്ഞു. ശനിയാഴ്ച അവൻ കാത്തിരിക്കുകയായിരുന്നു തുളസി. അമ്പലക്കവലയിൽ ബസ് ഇറങ്ങി അവൾ റേഷൻ കടയിൽ കയറാൻ നിന്നില്ല. നേരെ വീട്ടിലെത്തി. വീട്ടിലാരോടും ഈ ആലോചനയെക്കുറിച്ച് പറയണ്ട എന്നായിരുന്നു ശ്രീകുമാരിയമ്മയുടെ നിർദ്ദേശമെങ്കിലും തുളസി എല്ലാം അമ്മയെ അറിയിച്ചു. വളരെ നാളായി കിട്ടിയൊരു സന്തോഷ വാർത്തയാണ്. പാവം, അമ്മ സന്തോഷിച്ചോട്ടെ.
നിന്റെ തേവരെ. നെഞ്ചിൽ കൈകൾ ചേർത്ത് ശാരദ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി. എല്ലാ പെൺകുട്ടികളെയും പോലെ നിന്റെ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കൊടുക്കണേ. ആ പയ്യനും അമ്മയ്ക്കും നിന്റെ ലക്ഷ്മിയെ ഇഷ്ടമാവണേ. സന്ധ്യ കഴിഞ്ഞാണ് ലക്ഷ്മി എത്തിയത്. തുളസി എല്ലാം വിശദമായി ഏട്ടത്തെ അറിയിച്ചു. അയാൾ തെറ്റുകാരനായിരിക്കാം, ലക്ഷ്മി പറഞ്ഞു. അപ്പോ ആ പട്ടാളക്കാരനെ ശിക്ഷിക്കാൻ തയ്യാറായതോ? ഒറ്റപ്പെട്ട ആ മനുഷ്യൻ ഒരു സാധുവാണെങ്കിൽ അയാളെ ചതിക്കുന്നതല്ലേ ക്രൂരത? കൃഷ്ണചന്ദ്രനെ എനിക്ക് നന്നായി അറിയാം. നാളെ ഒരിക്കൽ സത്യം പറഞ്ഞ് അയാളെ ഏട്ടത്തെ ഉപേക്ഷിച്ചാലും സാരമില്ല. തൽക്കാലത്തെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ലക്ഷ്മിക്ക് ഉത്തരമില്ലാതായി. ഒന്നുകൂടി തുളസി തുടർന്നു. ആ പട്ടാളക്കാരന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ ഈ രഹസ്യം അധികം ഒളിക്കാൻ കഴിയാതായാലോ? എന്ന് അയാൾ വരുമെന്നോ എന്ന് കല്യാണം നടക്കുമെന്നോ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല. ലക്ഷ്മി മുഖം കുനിച്ചിരുന്നു. എല്ലാം നീ തന്നെ തീരുമാനിച്ചോളൂ. നല്ല കുട്ടി. തുളസി സ്നേഹപൂർവ്വം ലക്ഷ്മിയുടെ കവിളിൽ തട്ടി. ഈ പാപം എനിക്ക് വിട്ടു തന്നേക്ക്. എൻ്റെ ഏട്ടത്തിക്ക് ഒരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം അതിനുള്ള വഴി നമുക്ക് ഒരുക്കി തരുമോ? ലക്ഷ്മി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് വൈകുന്നേരം ലക്ഷ്മിയെയും കൂട്ടി തുളസി തൃക്കൈയിൽ തൊഴാൻ പോയി. രണ്ടുപേരും ഒരേപോലെ കറുത്ത കര നേരിയതാണ് ചുറ്റിയിരുന്നത്. ഒരേപോലെ മുടി തുമ്പു കെട്ടിയിട്ട് തുളസിക്കതിർ ചൂടി. തുളസിയേറെ സന്തോഷവതിയായിരുന്നു. കീറിയ പെറ്റിക്കോട്ടുകൾ വിട്ട് നമ്മളിതിലെ ഓടി നടന്നിരുന്നത് ഏട്ടത്തിക്ക് ഓർമ്മയുണ്ടോ? പ്രദക്ഷിണ വഴിയിൽ നടക്കുമ്പോൾ അവൾ ലക്ഷ്മിയോട് തിരക്കി. എന്തിനോ ലക്ഷ്മിയുടെ കണ്ണുകൾ തുളുമ്പി. തൊഴുതിറങ്ങി അവർ ഇടവഴിയിലെത്തിയപ്പോൾ അതാ എതിരിൽ നിന്ന് നകുലൻ വരുന്നു. ഞാൻ നടക്കുക, ലക്ഷ്മി പറഞ്ഞു. നീ സാവധാനം പോന്നാ മതി. അതെന്തിനാ എന്നെ ഇട്ടിട്ട് ഓടണത്? ഞാൻ കൂടെ നിന്നാൽ ആ വരണ ദുഷ്യന്തൻ പിണങ്ങിപ്പോയാലോ? ശകുന്തളയെ കക്ഷി മറന്നിട്ട് പോയാൽ പിന്നെ ഓർമ്മപ്പെടുത്താൻ മോതിരമൊക്കെ വേണ്ടി വരില്ലേ? ലക്ഷ്മി കുസൃതിയിൽ ചിരിച്ചു. എന്നിട്ട് തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു. ഏട്ടത്തിക്ക് നല്ല ഔചിത്യമുണ്ട്, അനിയത്തിക്ക് ഇതില്ലെങ്കിലും. തുളസിയുടെ അരികിലെത്തിയ നകുലൻ പറഞ്ഞു. പിണക്കം മാറിയോ? തുളസി ചോദിച്ചു. അച്ഛൻ പറഞ്ഞിട്ടാ. അച്ഛൻ എന്നെ ഒരുപാട് ഉപദേശിച്ചു. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പെണ്ണാണത്രേ. അച്ഛനെ ശരിക്ക് കയ്യിലെടുത്തിട്ടുണ്ടാവും. ഞാൻ എന്തിനാ അമ്മാമ്മയെ കയ്യിലെടുക്കണത്? എൻ്റെ സ്വന്തം അമ്മാമ്മയല്ലേ. ബാക്കിയുള്ളവരുടെ കണ്ണു നിറഞ്ഞാൽ അമ്മാമ്മയ്ക്ക് സഹിക്കില്ല. അതൊക്കെ പോട്ടെ, ലക്ഷ്മിയുടെ കല്യാണം നടന്നാൽ തെക്കൈ മാരാത്തേക്ക് പോരൂതാൻ? നകുലൻ ചോദിച്ചു. എങ്കിൽ ലക്ഷ്മിയുടെ കല്യാണത്തിന് ഞങ്ങളും കൂടി ശ്രമിക്കാം. ആ തന്ത പാര പണിതില്ലെങ്കിൽ അച്ഛൻ പാര പണിയാതെ ഞാൻ നോക്കിക്കോളാം, തുളസി പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ കാര്യമായി ഒന്ന് ആലോചിക്കാം. അച്ഛൻ്റെ ഒരു പഴയ ശിഷ്യനുണ്ട്. 35 കഴിഞ്ഞു, പക്ഷേ കല്യാണമായിട്ടില്ല. മേളത്തിൽ കേമനാണ് കേട്ടോ. സ്ത്രീധനം എന്ത് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. അത് വേണ്ട നകുലേട്ടാ, തുളസി അറിയിച്ചു. മറ്റൊരു നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നടക്കാൻ 90% സാധ്യതയുള്ള ഒന്ന്. നിങ്ങളെല്ലാവരും ചേർന്ന് അതൊന്ന് നടത്തി തന്നാൽ മതി. ഷുവർ. തുളസിയുടെ കൈ പിടിക്കാനായി നകുലൻ കൈ നീട്ടി. തുളസി ഒഴിഞ്ഞു മാറി. നകുലൻ ചിരിച്ചു. പക്ഷേ ആ കല്യാണം നടന്നാൽ 1 മാസത്തിനകം തുളസി തെക്കേ മാരാത്ത താമസം തുടങ്ങിയിരിക്കണം. ട്രാൻസ്ഫർ വാങ്ങിത്തരാന്ന് അച്ഛനെ ഏറ്റിട്ടുണ്ട്. എന്താ? തുളസി പുഞ്ചിരിയോടെ തല കുലുക്കി. വാക്ക് തെറ്റിച്ച നകുലൻ വേറെ പെണ്ണ് നോക്കും. ചതിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തുളസിയുടെ കണ്ണ് നിറഞ്ഞു. സന്ധ്യയ്ക്ക് മാരാത്തെ മുറ്റമടിക്കണതേ എൻ്റെ അച്ഛനാ. നകുലൻ്റെ തൊണ്ടയിടറി. ഞാനായി വാക്ക് തെറ്റിക്കില്ല, ഉറപ്പിച്ചോളൂ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചിട്ട് തുളസി നടന്നു. ഒന്ന് പുഞ്ചിരിച്ചിട്ട് പൊയ്ക്കൂടെ? പിന്നിൽ നിന്ന് നകുലൻ വിളിച്ചു ചോദിച്ചു. ഒരു നിമിഷം കൂടി നടപ്പ് തുടർന്നിട്ട് തുളസി നിന്നു. തിരിഞ്ഞു നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു. നകുലന് സന്തോഷമായി. അയാൾ കൈവീശി. തുളസിയും കൈവീശി. തിങ്കളാഴ്ച സ്കൂളിൽ നിന്ന് അവൾ ശ്രീകുമാരി അമ്മയുടെ വീട്ടിലെത്തുമ്പോൾ ആവി പറക്കുന്ന ചക്കപ്പഴ അടകൾ എടുത്ത് പിത്താന പാത്രത്തിൽ സ്റ്റീൽ കിണ്ണത്തിൽ വെക്കുകയായിരുന്നു അവർ. ആഹാ, നല്ല സമയത്താണല്ലോ ഞാൻ വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനം വീട്ടിലുണ്ടാക്കിയിട്ട് കാലം എത്രയായി, തുളസി പറഞ്ഞു. നിനക്ക് വേണ്ടിയാ ഞാനിത് ഉണ്ടാക്കിയത് മോളെ. വൈകുന്നേരം ഒരു വിശപ്പുണ്ട്. പഠിച്ചിട്ടും ജോലി ചെയ്തിട്ടുമൊക്കെ കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ അതറിയാവുന്ന അമ്മമാർക്ക് ഉച്ച ഉറങ്ങാനാവില്ല. വല്ലതുമൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയേ പറ്റൂ. തുളസി ഒരടയെടുത്ത് ഇല വിടർത്തി ഊതി ചൂടാറിക്കാൻ തുടങ്ങി. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. കുട്ടിയുടെ ഏട്ടത്തിയുടെ കാര്യം കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവൻ സമ്മതിച്ചു. കുട്ടിയെ അവന് കാണണ്ട, അമ്മ കണ്ടിട്ട് തീരുമാനിച്ചോളാൻ. ശ്രീകുമാരി അമ്മ പുഞ്ചിരിയോടെ തുടർന്നു. അടുത്ത തവണ നിന്റെ ഒപ്പം ഞാനും പോന്നോളാം. നിന്റെ ഏട്ടത്തിയെ ഞാൻ നേരിൽ വന്ന് കണ്ടോളാം.
തുളസിക്ക് അത്ഭുതമായി. വരണാഴ്ച കൃഷ്ണൻ വരില്ല, ശ്രീകുമാരിയമ്മ തുടർന്നു. അവൻ മദിരാശിക്ക് പോവുക അത്രേ. അപ്പോ നിന്റെ ഒപ്പം ശനിയാഴ്ച ഞാനും പോരും. പക്ഷേ തിങ്കളാഴ്ച വരെ നിൽക്കില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മോള് എന്നെ ഇവിടെ എത്തിക്കണം. ശനിയാഴ്ച വെളുപ്പിന് പോയിട്ട് നമുക്ക് ശനിയാഴ്ച തന്നെ ഇങ്ങോട്ട് മടങ്ങിയാലോ? സന്ധ്യയ്ക്ക് മുമ്പേ എത്തിയാൽ മതിയല്ലോ. ഒരു ദിവസത്തേക്കാവുമ്പം വണ്ടി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ജീപ്പ് പിടിക്കാം. തുളസി ചോദ്യഭാവത്തിൽ ശ്രീകുമാരി അമ്മയെ നോക്കി. വീട്ടിൽ പോയിട്ട് ഒരു ദിവസം പോലും അവിടെ തങ്ങാതെ നിനക്ക് മടങ്ങാനാകുമോ? ശ്രീകുമാരി അമ്മ ചോദിച്ചു. അത് സാരമില്ല, തുളസി പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പേ തുളസി ശ്രീകുമാരി അമ്മയോടൊപ്പം വീട്ടിലെത്തി. മുമ്പേ എഴുതിയിരുന്നത് കൊണ്ട് ലക്ഷ്മി അന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയില്ല. ശാരദയാണെങ്കിൽ ഊണിന് 2 കൂട്ടം കൂട്ടാനും ഒരു മെഴുകു പുരട്ടിയും പപ്പടവും മോരും എല്ലാം ഒരുക്കിയിരുന്നു. അച്ഛൻ വീട്ടിലുണ്ടാകുന്നതിനെ തുളസി ഭയപ്പെട്ടിരുന്നുള്ളൂ. ആ നാവിൽ നിന്ന് എപ്പോഴാണ് വികടവചനങ്ങൾ പുറത്തു ചാടുകയെന്നറിയില്ലല്ലോ. തുളസി ഭയന്നതുപോലെ ഉമ്മറത്തെ ചാരു കസേരയിൽ ഗോവിന്ദമാരാറുണ്ടായിരുന്നു. ഒതുക്കി കയറി വന്ന തുളസി ശ്രീകുമാരി അമ്മയെ അച്ഛന് പരിചയപ്പെടുത്തി. ഞാൻ താമസിക്കുന്ന വീട്ടിലെ അമ്മയാ. തുളസിയുടെ വീടൊന്ന് കാണാനും എല്ലാരെയും പരിചയപ്പെടാനുമായി വന്നതാ ഞാൻ. ശ്രീകുമാരിയമ്മ പുഞ്ചിരിയോടെ ഗോവിന്ദമാരാരോട് പറഞ്ഞു. ഗോവിന്ദമാരാരുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു പ്രതികരണവും ഉണ്ടായില്ല. ശാരദ സന്തോഷത്തോടെ ശ്രീകുമാരി അമ്മയെ സ്വീകരിച്ചിരുത്തി ചായ നൽകി. ഇത്തിരി കഷ്ടത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഈ കുട്ടികൾ ജോലിക്ക് പോണതുകൊണ്ടാ കുടുംബം കഴിഞ്ഞു പോണത്, ശാരദ എളിമയോടെ അറിയിച്ചു. ഒക്കെ ശരിയാവും, ശ്രീകുമാരിയമ്മ സ്നേഹപൂർവ്വം ആശ്വസിപ്പിച്ചു. കുട്ടികളൊക്കെ നല്ല നിലയ്ക്കാവുമ്പോൾ എല്ലാ കഷ്ടപ്പാടും തീരും. 2 മാസം കഴിഞ്ഞിട്ടും തുളസിക്ക് ഇനി ശമ്പളം കിട്ടിയിട്ടില്ല, ശാരദ വിഷമം പറഞ്ഞു. സർക്കാർ കാര്യങ്ങളല്ലേ, അതുകൊണ്ടാ. കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടൂലോ, ശ്രീകുമാരിയമ്മ പറഞ്ഞു. അമ്പിളിക്കുട്ടിയും രാധിക അരികിലുണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ടിട്ടും ലക്ഷ്മിയെ കാണാഞ്ഞപ്പോൾ ശ്രീകുമാരിയമ്മ ചുറ്റും കണ്ണോടിച്ചു. എവിടെ തുളസിയുടെ ഏട്ടത്തി? ഇപ്പൊ വിളിക്കാം, ശാരദ പറഞ്ഞു. ഏട്ടത്തി അനിയത്തിയും കൂടി കണ്ടാൽ പിന്നെ കുറേ നേരത്തെ കുശുകുശുപ്പുണ്ട്. കൂട്ടുകാരികളെ പോലെ രണ്ടും. പിന്നെ അകത്തേക്ക് മുഖം നീട്ടി വിളിച്ചു. ലക്ഷ്മി, എവിടെയായി കുട്ടി? വടക്കിനിയുടെ വാതിൽ കടന്ന് ലക്ഷ്മിയും തുളസിയും നടുവകത്തേക്ക് വന്നു. 2 പേർക്കും ഒരേ വേഷമായിരുന്നു. കറുത്ത കരമുണ്ടും നേരിയതും, കാതിൽ പൊടിക്കമ്മൽ, നെറ്റിയിൽ സിന്ദൂരപ്പൊട്ട്. ശ്രീകുമാരിയമ്മയുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. ലക്ഷ്മിയുടെ നേർക്ക് അവർ കൈ നീട്ടി. ഇങ്ങടെ അടുത്ത് വരൂ, ഞാൻ ശരിക്കൊന്ന് കണ്ടോട്ടെ. ലക്ഷ്മി വിനയത്തോടെ അടുത്തേക്ക് ചെന്നു. ശ്രീകുമാരിയമ്മ അവളുടെ കൈ പിടിച്ചു. പേര് പോലെ തന്നെ ശരിക്കും ലക്ഷ്മി തന്നെയാ. തുളസി പറഞ്ഞത് ഏട്ടത്തിയോടുള്ള സ്നേഹം കൊണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. മോൾ അമ്മയുടെ അടുത്തിരിക്കൂ. ലക്ഷ്മി അവർ പിടിച്ച് അരികിലിരുത്തി. എന്തൊരു തണുപ്പായി കൈക്ക്. പാവമാ നീ, ശാന്ത സ്വഭാവക്കാരി, ആരോടും ദേഷ്യപ്പെടാത്തവൾ. അങ്ങനെയുള്ളവരുടെ കൈകൾക്കാ ഇത്ര തണുപ്പ്. ഈ വലിയ കണ്ണുകൾ പക്ഷേ ദുഃഖമേ തരുമോളെ. എന്നാലും സാരമില്ല, ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യം കുമിയുമെന്ന ലക്ഷണം. ലക്ഷ്മിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ഈ വലിയ കണ്ണുകളിൽ എന്നും ദുഃഖം തളം കെട്ടിക്കിടക്കുമെന്ന് അവൾക്കും അറിയാമായിരുന്നു. ഊണ് കഴിഞ്ഞ് മടങ്ങാൻ നേരം ശ്രീകുമാരിയമ്മ ശാരദയോട് പറഞ്ഞു. ലക്ഷ്മി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ ഒരേ ഒരു മകന് വേണ്ടി അവളെ നിങ്ങൾ തരുമെങ്കിൽ ഇനി കല്യാണത്തിന് ഞാൻ ഇങ്ങോട്ട് വരൂ. ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട, പെൺകുട്ടിയെ മാത്രം മതി. ശ്രീകുമാരിയമ്മ ഒതുക്കിറങ്ങി നടന്നു. പുറകെ തുളസിയും. ശ്രീകുമാരിയമ്മയുടെ ആഗമനോദ്ദേശം അറിഞ്ഞതും ഗോവിന്ദമാരാർ ശുണ്ടിയെടുത്തു. തുളസിക്ക് ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പേ ലക്ഷ്മിയെ പറഞ്ഞു വിട്ടാലോ എന്നുവരെ ഭർത്താവിനോട് കയർത്തൊരു വാക്ക് മിണ്ടിയിട്ടില്ലാത്ത ശാരദ ആദ്യമായി പൊട്ടിത്തെറിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഇത്ര നല്ലൊരു ആലോചന വന്നിരിക്കുമ്പോൾ അത് നീട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. പയ്യനെ കാണണ്ട എനിക്ക്. ആ അമ്മയുടെ വർത്താനം കേട്ടാൽ മതിയല്ലോ. എൻ്റെ ലക്ഷ്മിക്ക് ആ വീട്ടിൽ ഒരു ദോഷവും ഉണ്ടാവില്ല. ലക്ഷ്മി തൻ്റെ മനസ്സ് തുറന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലെ എമിലി ജാക്സണോടാണ്. ഒരു പുരുഷനെ ചതിക്കുന്നതിൽ എനിക്കിപ്പോൾ പ്രയാസമില്ല. പക്ഷേ ആ നല്ല അമ്മയെ ചതിക്കണ്ടേ? എൻ്റെ സത്യം അവരറിഞ്ഞാൽ. അവരറിയരുത് ലക്ഷ്മി. അറിയാത്തിടത്തോളം അവർ നിനക്ക് നല്ല അമ്മയും നീ അവർക്ക് നല്ല മരുമകളുമായിരിക്കും. അതിൽ ഒരു തെറ്റുമില്ല. മഗ്ദലന മറിയയ്ക്ക് മാപ്പ് കൊടുത്തവളായി ഈശോ. മനസ്സറിയാത്ത തെറ്റിന് ദൈവം ആരെയും ശിക്ഷിക്കില്ല. ലക്ഷ്മിയുടെ കല്യാണക്കാര്യം ദിവസങ്ങൾക്കുള്ളിൽ ഷോപ്പിൽ എല്ലാവരും അറിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ദേവരാജ് റെഡ്ഡിയാർ ലക്ഷ്മി MDയുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ആദ്യം അടിച്ചെങ്കിലും ലക്ഷ്മി പോയി. എത്രയും വേഗം ഇയാളുടെ പണി ഉപേക്ഷിക്കാമല്ലോ. ലക്ഷ്മി കല്യാണം കഴിഞ്ഞ് പോവുകയാണില്ലേ? അതിനു മുമ്പ് നമുക്ക് ഒന്നുകൂടി കാണണമല്ലോ.
ഇല്ല, ഇനി ഈ ജന്മമില്ല. ലക്ഷ്മിയുടെ മുഖം മുറുകി. റെഡ്ഡിയാർ ചിരിച്ചു. അപ്പോ വന്ന കല്യാണം അതേപോലെ മുടങ്ങിപ്പോയാലോ? അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടല്ലോ. നടുങ്ങിപ്പോയി ലക്ഷ്മി. എന്താ ലക്ഷ്മി, കാറ്റുപോയ ബലൂൺ മാതിരി? ദേവരാജ് റെഡ്ഡിയാർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എത്ര നാൾ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു? അതെല്ലാം പെട്ടെന്ന് നിഷേധിക്കാൻ കഴിയുമോ? എന്നെ മാത്രമല്ലല്ലോ, അതൊക്കെ നിങ്ങളെയും ബാധിക്കില്ലേ? അപ്പോൾ സംഭരിച്ച സംയമനത്തിലാണ് ലക്ഷ്മി ചോദിച്ചത്. എനിക്ക് നഷ്ടപ്പെടാൻ എൻ്റെ ഈ ജീവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. കോടികളുടെ ഒരു ബിസിനസ് സാമ്രാജ്യമില്ലേ? അത് ചിലപ്പോ ഒരു പെണ്ണുമൂലം തകിടം മറിഞ്ഞാലോ? എന്ത് തകിടം മറിയാൻ? ദേവരാജിൽ അല്പവും പതർച്ചയുണ്ടായില്ല. കല്യാണം നടക്കാൻ പോണത് നിന്റെയല്ലേ? നീ ഒരു ചെറിയ പെണ്ണ്. എൻ്റെ കാര്യം അതല്ല. എന്നെപ്പറ്റി എന്ത് കേട്ടാലും ഇളകാത്തൊരു ഫാമിലി ഉണ്ട് എനിക്ക്. 30-35 വയസ്സ് കഴിഞ്ഞു. എനിക്കിനി എന്ത് വരാൻ? അത് നിൽക്കട്ടെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ലക്ഷ്മി ചോദിച്ചു. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി നീ പറഞ്ഞില്ലല്ലോ. ഒരു തവണ വ്യക്തമായി പറഞ്ഞു, നല്ല മലയാളത്തിൽ. നിങ്ങൾക്ക് മലയാളം അറിയുകയും ചെയ്യാം. നിനക്കപ്പോ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണ്ട? റെഡ്ഡിയാരുടെ കണ്ണുകൾ ഉരുണ്ടു. പേടിയുടെ സമയം എനിക്ക് കഴിഞ്ഞു റെഡ്ഡിയാരെ. ഒട്ടും കൂസാതെ ലക്ഷ്മി തിരിച്ചടിച്ചു. അങ്ങേയറ്റം പോയാൽ ഏതേലും റെയിൽവേ ട്രാക്കിൽ എൻ്റെ ഈ നശിച്ച ശരീരം ചിതറി തെറിച്ച് വീഴുമായിരിക്കും. സാരമില്ല, അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. വെട്ടിത്തിരിഞ്ഞ് ലക്ഷ്മി പുറത്തേക്ക് പോന്നു. എമിലി അവളിൽ നിന്നെല്ലാം ചോദിച്ചറിഞ്ഞു. നീ പാവമാണെന്ന് മനസ്സിലാക്കിയാ നിന്നെ വീണ്ടും പിഴിയാൻ വരണത്. നിന്റെ നേർക്ക് വെച്ച ഭീഷണി അതിനു മുന്നേ നീ അവൻ്റെ നേർക്ക് പ്രയോഗിക്കണമായിരുന്നു. നിന്റെ ജീവിതം നശിപ്പിച്ചതിന് നഷ്ടപരിഹാരം തരണമെന്ന് എമിലി പറഞ്ഞു. എൻ്റെ ജീവിതം നശിപ്പിച്ചതിന് പരിഹാരം ഉണ്ടോ എമിലി? പരിഹാരം ഒന്നേ ഉള്ളൂ. ഭാര്യയും കുട്ടികളുമുള്ള അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാനാവില്ലല്ലോ. ആ സ്ഥിതിക്ക് നിന്റെ കല്യാണത്തിനുള്ള മൊത്തം ചെലവും അവൻ്റെ അടുത്തുനിന്ന് പിടിച്ചു പറ്റണം. ഇല്ലെങ്കിൽ മാനം കെടുത്തോന്ന് പറയണം. അയാൾക്ക് മാനം വേണ്ടെങ്കിലോ? ലക്ഷ്മി വേദനയോട് ചിരിച്ചു. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അയാളുടെ വൃത്തികെട്ട പണം കൊണ്ട് എനിക്ക് കല്യാണവും വേണ്ട എന്ന് വെച്ചാൽ? എമിലി പുരിക ഉയർത്തി. ഞാൻ ഈ പണി വിടുകയാണ്. ലക്ഷ്മിയുടെ മുഖം മുറുകി. ആരോട് യാത്ര പറയാനില്ല എനിക്ക്. ഔപചാരികമായ രാജിയുടെ ആവശ്യവും ഇല്ല. നാളെ മുതൽ ലക്ഷ്മി ഇവിടെ ഉണ്ടാവില്ല. ക്രമേണ എല്ലാവരും മനസ്സിലാക്കിക്കോളും ലക്ഷ്മി ജോലി വിട്ടുവെന്ന്. എമിലി മറുപടി പറഞ്ഞില്ല. ലക്ഷ്മിയോടൊപ്പം ഷോപ്പിൻ്റെ ഡോർ വരെ ചെന്നു. അപ്പോഴേക്കും എമിലി എന്ന മാനേജറുടെ വിളി വന്നു. എമിലി യാത്ര പറഞ്ഞ് തിരികെ പോന്നു. നേരെ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മിയോട് ശാരദ തിരക്കി. എന്താ മോളെ നേരത്തെ? വല്ല പാടില്ലായികയും വന്നോ? ജോലി വിട്ട കാര്യം ലക്ഷ്മി പറഞ്ഞില്ല. നാളേക്ക് കൂടി ലീവ് എടുത്തു ഞാൻ. ചെറിയൊരു പനിക്കോള് പോലെ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോയാൽ മതിയല്ലോ. ശാരദ ലക്ഷ്മിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. ചൂടൊന്നുമില്ല, എന്നാലും ചുക്കും കുരുമുളകും ഇട്ട് കാപ്പി തിളപ്പിച്ച് തരാൻ ഞാൻ. ഇത്തിരി നേരം പോയി കിടന്നോളൂ. കിടക്കാനൊന്നും പോയില്ല ലക്ഷ്മി. പിൻമുറ്റത്തെ ഒതുക്ക് കല്ലിൽ താടിക്ക് കൈ താങ്ങി വെറുതെ ഇരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ഓർക്കാപ്പുറത്ത് കൃഷ്ണചന്ദ്രൻ അമ്മയെ കാണാനെത്തി. ചെന്നൈക്കൊരു യാത്രയുണ്ട്. 2 ആഴ്ചത്തെ താമസമുണ്ട്. അമ്മയോട് പറഞ്ഞിട്ട് പോവാനായി വന്നതാ. തുളസി തെറ്റിദ്ധരിക്കണ്ട, ഇപ്പം തന്നെ ഞാൻ മടങ്ങും, തുളസിയോട് അയാൾ പറഞ്ഞു. തുളസി മറുപടിയൊന്നും പറഞ്ഞില്ല. ചായ വിളമ്പുമ്പോൾ ശ്രീകുമാരി അമ്മയോടൊപ്പം മേശക്കരികിൽ അവളും ചെന്ന് നിന്നു. കൃഷ്ണചന്ദ്രൻ അവളെ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. തുളസിയുടെ ഏട്ടത്തിയെ കണ്ടു ഞാൻ, ശ്രീകുമാരി അമ്മ കുസൃതി ചിരിയോടെ മകനോട് പറഞ്ഞു. തുളസി പറഞ്ഞത് അപ്പാടെ ശരിയാ. നല്ല കുട്ടി. ഇവളേക്കാൾ സുന്ദരി. നിറവും മുടിയും എല്ലാം അധികവാ. നല്ല വിടർച്ചയുള്ള വലിയ കണ്ണുകൾ, പതിഞ്ഞ സ്വഭാവവും. കൃഷ്ണചന്ദ്രൻ മറുപടി പറഞ്ഞില്ല. നീ എന്താ മിണ്ടാത്തത്? ഒന്ന് ചെന്ന് കാണണ്ടേ? എന്നിട്ട് വേണമല്ലോ അതുങ്ങളോടൊരു മറുപടി പറയാൻ. അമ്മ കണ്ടല്ലോ, അത് മതി. ശബ്ദം താഴ്ത്തിയാണ് കൃഷ്ണചന്ദ്രൻ പറഞ്ഞത്. ആളെ പോലും കാണാതെ കല്യാണം തീരുമാനിച്ചാൽ ശരിയാവുമോ? തുളസി കൃഷ്ണചന്ദ്രനോട് തിരക്കി. എന്നെ കാണണമെന്ന് തുളസിയുടെ ഏട്ടത്തിക്കോ വീട്ടുകാർക്കോ നിർബന്ധമുണ്ടോ? കൃഷ്ണചന്ദ്രൻ ചോദിച്ചു. ഞങ്ങളുടെ നിർബന്ധമല്ല, തുളസി പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കല്യാണം ഒരു കാരുണ്യ. ആര് വന്നാലും തല കുനിച്ച് കൊടുക്കൂ ഏട്ടത്തി. ഞങ്ങൾ പറഞ്ഞാൽ. ഒരു മന്ദബുദ്ധിയുടെ ആലോചന വന്നിട്ട് പോലും ഏട്ടത്തി എതിര് പറഞ്ഞില്ല. കൃഷ്ണചന്ദ്രൻ അത്ഭുതത്തിൽ തുളസിയെ നോക്കി. എന്ന് വെച്ച് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളില്ലെന്നല്ല, തുളസി തുടർന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ അതാ. ഇതുപോലൊരു വീട്ടിലേക്ക് വധുവായി വരാൻ കഴിഞ്ഞാൽ അതെൻ്റെ ഏട്ടത്തിൻ്റെ ഭാഗ്യമായിരിക്കും. എങ്കിൽ പിന്നെ കൂടുതൽ കൂടിക്കാഴ്ചകളും ആലോചനകളും എന്തിന്? കൃഷ്ണചന്ദ്രൻ പുഞ്ചിരിച്ചു. തുളസിക്ക് ഏട്ടത്തെ അറിയാം, എന്നെ അറിയാം. തുളസി തീരുമാനിച്ചോളൂ.
ഈ കല്യാണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തുളസിക്കാം. തുളസി എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃഷ്ണചന്ദ്രന്റെ അവസാന വാചകം തുളസിയിൽ ഒരു നടുക്കമുണ്ടാക്കി. മുഖമൊന്ന് വിളറി, ചുണ്ടുകൾ വിറച്ചു. മേശയ്ക്കരികിൽ നിന്ന് എഴുന്നേറ്റ് കൃഷ്ണചന്ദ്രൻ ടവൽ കൊണ്ട് കയ്യും മുഖവും തുടച്ചു. തുളസി നല്ല കുട്ടിയാ, അയാൾ പറഞ്ഞു. ഇത്ര നന്മയുള്ളൊരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയും കൂടി കേൾക്കയാ ഞാൻ ഈ പറയണത്. തുളസിയെ കണ്ടതോടെയാ കല്യാണം എന്ന ആശയത്തോട് പോലും എനിക്ക് താല്പര്യം ഉണ്ടായത്. ആ സ്ഥിതിക്ക് തുളസിയുടെ ഏട്ടത്തി എനിക്ക് കാണുക പോലും വേണ്ട. ആ കുട്ടി എനിക്ക് ചേരുന്നവളാണോ എന്ന് തുളസിക്കറിയാലോ. തുളസി ശരിക്കും തളർന്നുപോയി. കൃഷ്ണചന്ദ്രന്റെ നേക്ക് മുഖമുയർത്താനാവാതെ അവൾ നിന്നു. കൃഷ്ണചന്ദ്രൻ കുനിഞ്ഞ് ബ്രീഫ് കേസ് എടുത്ത് നടന്നു കഴിഞ്ഞിരുന്നു. തുളസിക്ക് വല്ലാത്തൊരു അവിശ്വസത. എത്ര വേഗം കല്യാണത്തിന് സമ്മതിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കാരണം? കല്യാണത്തിനോട് വെറുപ്പുണ്ടായിരുന്ന ആളാണ്. അല്ലെങ്കിൽ തന്നെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ ഒരു ചെറുപ്പക്കാരന്? അതിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കല്യാണത്തിന് സമ്മതിക്കുകയാണോ? അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ വെട്ടിലാക്കാൻ? ഏതായാലും ലക്ഷ്മി ഏട്ടത്തിക്ക് ഇപ്പോൾ കല്യാണം ആവശ്യമാണ്. കല്യാണം പിറ്റേന്ന് ഉപേക്ഷിച്ച് കളഞ്ഞാലും വേണ്ടിയില്ല. ഈ വിവാഹം ഒരു ശാപമായാലും ഏട്ടത്തിക്ക് അതൊരു അനുഗ്രഹമാവുകയുള്ളൂ. അങ്ങനെ സമാധാനിച്ചു തുളസി. നാളെ വീട്ടിൽ പോയി എല്ലാവരോടും വിവരം പറയാമെന്നുണ്ടായിരുന്നു. അവൾ ശ്രീകുമാരി അമ്മയോട് പറഞ്ഞു. ഇനിയിപ്പോൾ അമ്മയെ തനിച്ചാക്കി പോണതെങ്ങനെയാ? സാരമില്ല, ശ്രീകുമാരി അമ്മ തുളസിയെ സമാധാനിപ്പിച്ചു. ഒരു ദിവസത്തേക്ക് അതെനിക്കൊരു പ്രശ്നമൊന്നുമല്ല. അല്ലെങ്കിലും എത്ര നാൾ ഞാനിവിടെ തനിച്ച് താമസിച്ചിരിക്കണോ? രാത്രി അയലത്തുള്ള ആരെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ച് കൂട്ടുകടത്തും. എൻ്റെ പരാധീനത അറിയാവുന്നത് കൊണ്ട് സകലരും മുതലെടുക്കുമെന്ന് മാത്രം. ഈരെടുത്താൽ പേൻ കൂലിയെടുക്കണമെന്നാ പ്രമാണം. ആരുമില്ലാത്തവർക്ക് ഒരു പുഞ്ചിരി കിട്ടണമെങ്കിൽ പോലും ഇരട്ടി വില കൊടുക്കണം. വ്യസനത്തിൽ അവർ ചിരിച്ചു. ശനിയാഴ്ച രാവിലെ തുളസി മാരാത്തെത്തി. ലക്ഷ്മിയെ വീട്ടിൽ കണ്ട് അവർ അതിശയിച്ചു. എന്തേ ഏട്ടത്തി, ലീവ് എടുത്തോ? അമ്പിളിക്കുട്ടിയും രാധികയും അരികിലിരുന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് ലക്ഷ്മി മെല്ലെ തലയാട്ടിയതേ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ മടങ്ങും, തുളസി പറഞ്ഞു. അവിടെ ആ അമ്മ തനിച്ചേ ഉള്ളൂ. കൃഷ്ണേട്ടൻ ചെന്നൈക്ക് പോയിരിക്കുക. വളരെ അടുത്തവരെ കുറിച്ച് ഒന്നോണമുള്ള തുളസിയുടെ വർത്തമാനം കേട്ട് ലക്ഷ്മി അതിശയത്തിൽ ആ മുഖത്തിൽ നോക്കിയിരുന്നു. ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് തന്നെ തുളസി തിടുക്കത്തിൽ വേഷം മാറ്റി. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അവൾ വന്ന് ഏട്ടത്തിയുടെ അരികിലിരുന്നു. കൃഷ്ണേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചു. പെണ്ണ് കാണാൻ പോലും വേണ്ടാത്രേ. മുമ്പേ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നതാണ്. എന്നാലും ഇത്ര എളുപ്പത്തിൽ കാര്യം തീരുമാനമാകുമെന്ന് വിചാരിച്ചതേയില്ല. അച്ഛൻ സമ്മതിക്കണ്ടേ? ലക്ഷ്മി തിരക്കി. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് നടക്കും. ഇടയിൽ നിൽക്കണത് ഞാനാണല്ലോ. സത്യത്തിൽ നിനക്കാണിത് ചേരുക, ലക്ഷ്മി പറഞ്ഞു. നീ ആയിരുന്നെങ്കിൽ ആ അമ്മ എത്ര സന്തോഷിച്ചേനെ. വീടിനരികിൽ ജോലിയും. അപ്പോ എൻ്റെ നകുലേട്ടനോ? തുളസി ചോദിച്ചു. ലക്ഷ്മിക്ക് ഉത്തരം മുട്ടി. ഞാനൊന്ന് തെക്കേ മാരാത്ത് പോയി വരാം. ധാവണി എടുത്തു കുത്തി തുളസി എഴുന്നേറ്റു. 2 വേലികൾ ചാടിക്കടന്ന് എളുപ്പ വഴിയിലൂടെ അവൾ തെക്കേ മാരാത്തെത്തി. ചാരു കസേരയിൽ ശേഖരമാരാറുണ്ടായിരുന്നു. നകുലൻ കണ്ണിമാങ്ങ ചമ്മന്തി അരയ്ക്കാനുള്ള ഒരുക്കമായിരുന്നു. ഞാൻ അരയ്ക്കാം, തുളസി പറഞ്ഞു. നകുലൻ മിക്സി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കല്ലിൽ വെച്ച് അരയ്ക്കാം. അത്ര ചാതുണ്ടാവില്ല മിക്സിയിൽ അരച്ചാൽ. അടുക്കളയിൽ കയറി തിടുക്കത്തിൽ ഒരു ഓലൻ കൂടി ഉണ്ടാക്കി തുളസി. അതിനിടയിൽ വിശേഷങ്ങളെല്ലാം നകുലനെ അറിയിച്ചു. അപ്പോ അനിയത്തിയുടെ ഭാഗ്യമാണ് ഏട്ടത്തിക്ക് കൈമാറിയത്. അതിനെന്താ, എനിക്ക് വേറെ ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും പരിഷ്കാരിയായ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ട് വേണ്ട വേണ്ട, എനിക്ക് എൻ്റെ റേഷൻ കടക്കാരന് മതി, തുളസി ചിരിച്ചു. 2 പേരും ചേർന്നാണ് വിവരങ്ങൾ ശേഖരമാരാരെ അറിയിച്ചത്. അമ്മാമ്മ ഇത് നടത്തി തരണം, തുളസി അപേക്ഷിച്ചു. അച്ഛനോടുള്ള പിണക്കം ഒന്നും കൂട്ടാക്കരുത്. നിന്റെ അച്ഛൻ വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ വരും. അല്ലാതെ കെട്ടിക്കയറി വന്ന അയാളുടെ വീർത്ത മുഖം കാണാൻ എനിക്ക് വയ്യ. ഇല്ലേ അച്ഛാ, തൃക്കയിൽ വെച്ച് കല്യാണം നടത്ത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ സഹകരിക്കാം. തൃക്കയിൽ മതി, തുളസി പറഞ്ഞു. പന്തലൊന്നും കെട്ടണ്ടല്ലോ. കൊട്ടാരത്തിന്റെ ഹാളിൽ വെച്ച് സദ്യ നടത്താം. മണ്ഡപത്തിൽ വെച്ച് കല്യാണം. അതാ ബുദ്ധി. ശേഖരമാരാർ അംഗീകരിച്ചു. ചെലവും ചുരുങ്ങും. ഇറങ്ങാൻ നേരം മാരാർ തുളസി ആശീർവദിച്ചു. എന്നാലും നീ നിന്റെ കുടുംബത്തെ കാത്തുമോളെ. നിന്നോടുള്ള എൻ്റെ എല്ലാ പരിഭവവും തീർന്നു. എത്രയും പെട്ടെന്ന് ഈ കല്യാണം മടങ്ങ് നടത്തുക. നിന്റെ അച്ഛൻ കയറി എന്തേലും ഇടങ്ങേറുണ്ടാക്കണമെന്നതിന് മുമ്പേ. എന്നിട്ട് നീ ഇങ്ങോട്ട് പോന്നോളൂ. സ്കൂളിൽ നിന്നുള്ള മാറ്റമൊക്കെ അമ്മാമ്മ വാങ്ങി തന്നോളാം. തുളസിക്ക് വലിയ സന്തോഷമായി. ആദ്യത്തെ വേലി വരെ നകുലൻ തുണ വന്നു. ഒരു ചമ്മന്തി ഓലനും കൊണ്ട് അച്ഛനെ കയ്യിലെടുത്തു പെണ്ണ്. അമ്മാമ്മയല്ല എനിക്ക് പേടി. അർത്ഥഗർഭമായി അവൾ നകുലനെ നോക്കി. എപ്പോഴും എൻ്റെ നെഞ്ചിൽ തീയ. കാണാതിരിക്കുമ്പോൾ ആദി
കാണുമ്പോൾ അതിലും ആദ്യ. ഏത് നിമിഷവും എന്ത് കാരണത്തിനാ പിണങ്ങാന്നറിയില്ലല്ലോ. ഇത്തിരി മതിയില്ലോ എല്ലാം വലിച്ചെറിഞ്ഞ് ഓടാൻ. നകുലൻ ചിരിച്ചു. ചിരിക്കണ്ട, തുളസി പറഞ്ഞു. എന്നെ മനസ്സിലാക്കാൻ എന്നാ കഴിയുക നകുലേട്ടന്? നീ പേടിക്കണ്ട. നാവ് കൊണ്ട് വല്ലതുമൊക്കെ പറഞ്ഞാലും നിന്നെ വിട്ട് എങ്ങും പോവില്ല ഞാൻ. നീ ഇല്ലാതെ ജീവിക്കാനാവില്ല പെണ്ണെ എനിക്ക്. നേരാണോ? തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു. തെളിവ് വേണോ? തുളസിയുടെ കൈ പിടിക്കാനായി നകുലൻ അടുത്തു. വേലി ചാടി അവൾ ഓടിപ്പോന്നു. തുളസി മടങ്ങാൻ നേരമാണ് ലക്ഷ്മി ജോലി വിട്ട കാര്യവും കാരണവും പറഞ്ഞത്. സാരയില്ല, അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ആ ജോലി കളയണമല്ലോ. ഇതിപ്പോ ന്യായമായൊരു കാരണവുമായി. ഈ കല്യാണം നടത്തിയില്ലെന്ന അയാൾ. വെറും പേപ്പടിയാ. ബ്ലാക്ക് മെയിൽ ഭീഷണിയൊക്കെയാ മിക്ക ദുഷ്ടന്മാരും പെണ്ണുങ്ങളെ കസ്റ്റഡിയിലെടുക്കണത്. പുല്ലുപോലെ ആ ഭീഷണി തട്ടിക്കളയണം. ഏതായാലും ഒരു ജീവിതം ഒരു തീക്കളിയാ. ഒരിഞ്ച് എങ്ങടും അധികം നീങ്ങിയാലും വീഴുക പടുകുഴിയില്ല. ഞാണിന്മേലെന്നോണം ശ്രദ്ധിച്ച് നീങ്ങിയേ പറ്റുള്ളൂ. നിനക്ക് എങ്ങനെ ഇത്രയും തൻ്റെടമായി മോളെ? ഒരനുഭവം ഇല്ലാതെ. എനിക്ക് പോലും അനുഭവം ഒരു പാഠമായി. എല്ലാറ്റിനും അനുഭവം വേണ്ട ഏട്ടത്തി. കേട്ട് കേൾവികൾ മതി കുറേയൊക്കെ മുന്നോട്ട് പോകാൻ. ഊണ് കഴിഞ്ഞ് തുളസി മടങ്ങി. അവളെ ബസ് കയറ്റി വിടാൻ നകുലൻ എത്തിയിരുന്നു. അവിടെ നിന്ന് അയാൾ റേഷൻ കടയുടമ പത്മനാഭൻ നായരുടെ വീട്ടിലേക്കാണ് പോയത്. ഇടയ്ക്കിടെ അയാൾ വീട്ടിലേക്ക് വിളിപ്പിക്കും. ശേഖരം മാറാൻ കുറേ പണം ഗഡുക്കളായി അടച്ചിട്ടുണ്ടെങ്കിലും റേഷൻ കട എപ്പോഴും നായരുടെ പേരിലാണ്. അയാളുടെ വീട്ടിലേക്ക് പോകാനുള്ള നകുലന്റെ പ്രധാന ബുദ്ധിമുട്ട് ആ വീട് നിറയെ പെൺകുട്ടികളാണെന്നുള്ളതാണ്. രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ഇനിയും നിൽക്കുന്നുണ്ട് 3 കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കും. എന്തിനാടോ റേഷൻ കട പണം കൊടുത്ത് വാങ്ങണത്? ആ പെണ്ണുങ്ങളിലൊന്നിനെ കെട്ടിയാ പോരെയെന്ന്. ഈ റേഷൻ കടയേക്കാൾ വലുതാണടാ എനിക്കെൻ്റെ മുറപ്പെണ്ണ് എന്ന് നകുലൻ തിരിച്ചടിക്കും. അന്ന് അയാൾ ചെല്ലുമ്പോൾ ഉമ്മറത്തെ പെൺകുട്ടികളെ ഉള്ളൂ. ഒരു പാവാട, ഒരു ചുരിദാർ, ഒരു സാരി. ഒന്നിൻ്റെ മുഖം നകുലൻ തിരിച്ചറിഞ്ഞില്ല. എല്ലാം ഏകദേശം ഒരേ അച്ചിൽ വാർത്ത സൃഷ്ടികൾ. അച്ഛൻ ഉറങ്ങുക. നകുലേട്ടൻ വന്നാൽ ഇരിക്കാൻ പറഞ്ഞു. സാരിക്കാരി പറഞ്ഞു. തുടർന്ന് 3 പേരും തിരിഞ്ഞ് ഒരേപോലെ അകത്തേക്ക് മറിഞ്ഞു. കുഷൻ സിറ്റിയിലുണ്ടായിട്ടും നകുലൻ അരപ്ലേസിലാണ് ഇരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിക്കൽ കാൽപ്പെരുമാറ്റം. പത്മനാഭൻ നായരായിരിക്കുമെന്ന് കരുതി നകുലൻ തിരിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായയുമായി നടന്നു വരികയാണ് സാരിക്കാരി. അവൾ ആ ഗ്ലാസ് കൊണ്ടുവന്ന് നകുലന്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഒന്നിനുമല്ലാതെ അയാൾ ആ മുഖം ശ്രദ്ധിച്ചു. അപൂർവ സുന്ദരി അല്ലെങ്കിലും സ്ത്രീത്വമുള്ള കുട്ടി. ഇന്ന് കാണാൻ കിട്ടാത്ത ഒതുക്കം. ഗ്ലാസ് വെച്ചിട്ട് വന്ന അതേ താളത്തിൽ പെൺകുട്ടി തിരിഞ്ഞു നടന്നു. എന്തിനോ നകുലന്റെ കണ്ണുകൾ ആ പിന്നാലെ നീങ്ങി. തുലാഭാരം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്